നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മനോഹരമായി ഗാനം ആലപിക്കുന്ന ഗായക സംഘമാണ് നമ്മുടെ പള്ളിയിലുള്ളത്. രണ്ടൊരു പാട്ട് നമുക്കൊന്ന് പാടിയാലോ? നന്ദി നന്ദി എൻ ദൈവമേ എന്നുള്ള പാട്ട് ഒന്ന് പാടിയാലോ? നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നമുക്ക് പ്രാർത്ഥിക്കാം. ബാറക്കുമോ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം നീക്ക് തന്നെ. ആമേൻ. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യയ്ക്കായി അടിയങ്ങളങ്ങ് നന്ദിയോട് സ്തുതിക്കുന്നു. പകൽകാല അധ്വാനത്തിൽ നിന്ന് ഞങ്ങളുടെ ശരീരവും മനസ്സും ശാന്തമായി പിൻവാങ്ങി അങ്ങയുടെ സന്നിധിയിൽ അല്പസമയം കൂടെ ആയിരിക്കാൻ നീ ഞങ്ങളോട് കരുണ ചെയ്തതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ സമയത്ത് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ തലകളെ വണക്കി പ്രാർത്ഥിക്കുമ്പോൾ വിവിധയിടങ്ങളിൽ രോഗികളായി ആശുപത്രികളിലും ഭവനങ്ങളിലായി വിശ്രമിക്കുന്ന എല്ലാവരെയും അടിയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് മത്സര പരീക്ഷ എഴുതിയ കുഞ്ഞുങ്ങളെ എല്ലാം അടിയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകാൻ ദൈവം ഇടയാക്കരുതേ. ഇടവകയുടെ പെരുന്നാൾ അനുഗ്രഹകരമായി പൂർത്തീകരിപ്പാൻ ദൈവകൃപ വ്യാപരിക്കണമേ. തലവണക്കിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അതിനായ മനോജനെയും കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇടപെട ട്രസ്റ്റിയെയും സെക്രട്ടറിയെയും കമ്മിറ്റി അംഗങ്ങളെയും ഈ പെരുന്നാളിന് വേണ്ടി ചെറുതും വലുതുമായ അധ്വാനിക്കുന്നവരെയും എല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ. അടിയനോട് കരുണയുണ്ടാകണമേ. തിരുവചനം പഠിക്കുവാനും പറയുവാൻ ദൈവകൃപ അടിയൻ്റെ മേൽ ചൊരിയണമേ. അതിൻ്റെ കുറവുകൾ അനുഗ്രഹത്തിന് തടസ്സമാക്കി വയ്ക്കരുതേ. ഞങ്ങളുടെ പ്രാർത്ഥനയെ ആവശ്യപ്പെട്ടുള്ള എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ സന്ധ്യ വരെ ഞങ്ങൾ കണ്ടുമുട്ടി എല്ലാവരോടും കരുണയുണ്ടാകണമേ. പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സഭയോട് കരുണയുണ്ടാകണമേ. ഞങ്ങളിന്ന് വാങ്ങിപ്പോയവരുടെ മനസ്സിലെയണമേ. ആദ്യോടന്തം ദൈവകൃപ വ്യാപരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും എന്നാൾ സ്തുതി സ്തോത്രം കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ ധന്യനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഏറെ ആദരണീയനും നിങ്ങളുടെ ഇടവകയുടെ വികാരിയും എൻ്റെ സഹോദരനുമായ വന്ദനായ മനോജച്ചൻ, മനോഹരമായി ഗാനം ആലപിക്കുന്ന ഗായക സംഘത്തിലെ പ്രിയ സഹോദരങ്ങളെ, ഇടവകയുടെ ബഹുമാനരായ ട്രസ്റ്റി സെക്രട്ടറി കമ്മിറ്റി അംഗങ്ങൾ, ഇവിടെ തലവണക്കിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, ശബ്ദപരിധി ശ്രവിക്കുന്ന ഏവർക്കും സ്നേഹവല്ലഭനായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹവന്ദനം. ആമുഖങ്ങൾ അധികമില്ലാതെ പഴയ നിയമ വേദഭാഗത്തിൽ നിന്ന് ഒരു ചെറിയ ചിന്ത പങ്കുവെക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ടാണ് ഈ ദേവാലയത്തിൽ വരുന്നത്. ഏറെ സന്തോഷം തോന്നുന്ന ഈ ദേവാലയ അന്തരീക്ഷത്തിൽ ഭക്തി നിറഞ്ഞു നിൽക്കുന്ന ദൈവകൃപയുടെ അനന്തമായ സാധ്യതകളുള്ള ഈ ദേവാലയത്തിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ നമ്മുടെ കർത്താവ് നമ്മളോട് കരുണ ചെയ്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വേദഭാഗം 1 ശമൂവേൽ 9-ാം അധ്യായം 27-ാമത്തെ വാക്യാണ്. 1 ശമൂവേൽ 9-ാം അധ്യായം 27-ാമത്തെ വാക്യം.
വായിച്ചട്ടെ. പട്ടണത്തിന്റെ അറ്റത്ത് എത്തിയപ്പോൾ ശമൂവേൽ ശൗലിനോട്, ഭൃത്യൻ മുമ്പേ കടന്നു പോകാൻ പറക. അവൻ കടന്നുപോയി. ഞാൻ നിന്നോട് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന് നീ അല്പം നിൽക്ക. ആ വേദഭാഗത്തിൻ്റെ അവസാന ഭാഗമാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്താ അറിയാമോ? ഞാൻ നിന്നോട്, ഒന്ന് പറയാൻ ശ്രമിച്ചേ. ഞാൻ നിന്നോട്, ഒന്ന് ഉറക്കെ പറഞ്ഞേ. ഞാൻ നിന്നോട് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കുവാൻ നീ അല്പം നിൽക്ക. മക്കളെ, നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ഒരാൾ ധനവാൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമുക്ക് കൃത്യമായ അളവുകോലുണ്ട്. അയാളുടെ ഭവനം, വീട്, യാത്ര ചെയ്യുന്ന വാഹനം, സമ്പത്തൊക്കെ നമ്മൾ അങ്ങനെ കണക്ക് കൂട്ടും. എന്നാൽ പഴയ നിയമകാലത്ത് ഒരാൾ ധനവാനായിരുന്നു എന്ന് പറയുന്നത് അത് അയാളുടെ ആടുമാടുകൾ, ദാസീദാസന്മാർ, ഒട്ടകങ്ങൾ, കഴുതകൾ, ഇതിൻ്റെ എണ്ണത്തിൽ ഇതൊക്കെ കൂടുതലാകുമ്പോ ഒരു മനുഷ്യൻ ധനവാനാണ്. നല്ല ഉദാഹരണമാണ് ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ ഇയ്യോബിനെ പറ്റി പറഞ്ഞു തുടങ്ങുന്നത്. ഇയ്യോബ് സമ്പന്നനായിരുന്നു സംസാരിച്ചു തുടങ്ങുന്നത് ഇയ്യോബിന്റെ ഭവനത്തിലെ ആടുമാടുകൾ, ഒട്ടകങ്ങൾ, ദാസീദാസന്മാർ, ഇവരുടെ എല്ലാം കണക്കുകൾ പറഞ്ഞാണ്. അങ്ങനെ പഴയ നിയമകാലത്ത് ഇസ്രായേലിൽ ഒത്തിരി ആടുമാടുകൾ, ഒട്ടകങ്ങൾ, കഴുതകൾ ഉണ്ടായിരുന്ന ധനാഢ്യനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യന്റെ പേരാണ് കീശ്. അപ്പൊ അദ്ദേഹത്തിന്റെ കഴുതകളെ മേയാൻ വിട്ടിട്ട് കുറെ കഴുതകൾ തിരികെ വന്നില്ലേ. യജമാനന് സങ്കടമായി. അദ്ദേഹം അറിയാമോ, അദ്ദേഹത്തിന്റെ മക്കളിൽ പറഞ്ഞാൽ കേൾക്കുന്ന ഒരാളിനെ വിളിച്ചു. അയാളുടെ പേരാണ് ശൗൽ. മോനെ ശൗലേ, നമ്മുടെ കുറെ കഴുതകൾ കാണാതെ പോയിട്ട് കുറെ ദിവസമായി. നീ പോയി അതിനെ കണ്ടുപിടിക്കണം. നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനൊരു ദാസനെയും കൂടെ നിന്റെ കൂടെ അയക്കാം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ ശൗലും ദാസനും കൂടെ കാണാതെ പോയ കഴുതകളെ അന്വേഷിച്ച് പോവുകയാണ്. കുറെ ദിവസമായപ്പോ ശൗലിനൊരു ചിന്ത, എടാവേ, നമ്മുടെ അപ്പനെ കഴുതകളെ കാണാതിനേക്കാൾ ഇപ്പൊ വലിയ സങ്കടം നമ്മളെ കാണാഞ്ഞിട്ടാകും. നമുക്ക് മടങ്ങിപ്പോകാം. മക്കളെ, ഇപ്പോഴത്തെ കൂട്ട് ഈ ഫേസ്ബുക്കോ വാട്സപ്പോ ഫോൺ സംവിധാനങ്ങളോ ഒന്നും ഇല്ലെന്നേ. മടങ്ങിപ്പോകാമെന്ന് ശൗൽ തന്റെ കുട്ടുദാസനോട് സംസാരിച്ചപ്പോ ഈ ദാസൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്. യജമാനനെ, അങ്ങനെ പോയാൽ എങ്ങനെയാ? ഇവിടെ ഒരു ദൈവപുരുഷനുണ്ട് എന്ന് കേൾക്കുന്നു. അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം ഒത്തുവരുന്നു. അദ്ദേഹം ഒരു വഴി പറഞ്ഞു തരും. നമുക്ക് കാര്യം ചെയ്യാം, നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം, കഴുതകളെ കണ്ടു കിട്ടുമോ എന്ന് ചോദിക്കാം. അപ്പൊ ഉടനെ ശൗല് പറയണേ, എന്റെ പൊന്നടാ, എന്റെ കയ്യിൽ നയാ പൈസയില്ല. നമ്മൾ എങ്ങനെയാ ഒരു ദൈവപുരുഷന്റെ അടുക്കൽ വെറും കൈയായി ചെല്ലുന്നത്? നമ്മുടെ ഭാണ്ഡത്തിൽ കൊണ്ടുവന്ന അപ്പമെല്ലാം തീർന്നു, കയ്യിൽ പണമില്ല. അപ്പോഴീ ദാസൻ പറഞ്ഞു, യജമാനൻ ഭാരപ്പെടണ്ട, എൻ്റെ കയ്യിൽ കുറെ വെള്ളിക്കാശുണ്ട്, നമുക്ക് ആ വെള്ളിക്കാശ് കൊടുക്കാം. ശരി എന്ന് സമ്മതിച്ച നമ്മുടെ ശൗലും ദാസനും കൂടെ ദൈവപുരുഷനെ അന്വേഷിച്ച് പോവുകയാണ്. ആ ദൈവപുരുഷന്റെ പേരാണ് ശമൂവേൽ. അവരിങ്ങനെ അന്വേഷിച്ച് പോകുമ്പോൾ കുറെ സ്ത്രീകളെ കാണുന്നു. ആ സ്ത്രീയോട് ചോദിച്ചു, ഒന്ന് നിൽക്കണേ, ഇവിടെ ഒരു ദൈവപുരുഷനുണ്ടല്ലോ, അദ്ദേഹം താമസിക്കുന്ന ഇടമൊന്ന് പറഞ്ഞു തരുമോ? അപ്പൊ ആ സ്ത്രീകൾ പറഞ്ഞു, അല്പം മുന്നോട്ട് പോവുക, അവിടെ ദൈവപുരുഷൻ ഒരു യാഗം നടത്താൻ പോകാൻ റെഡിയായി നിൽക്കുകയാണ്, നിങ്ങൾ വേഗം ചെന്നാൽ അദ്ദേഹത്തെ കാണാം. വളരെ ശീഘ്രം പായുകയാണ് ശൗലും ദാസനും കൂടെ. പോകുമ്പോ പട്ടണത്തോട് അടുക്കാറാകുമ്പോ ഒരാൾ വഴി നിൽക്കുന്നു. ആ മനുഷ്യനോട് ചോദിച്ചു, ഒന്ന് നിൽക്കണേ,
ഇവിടെ ഒരു ദൈവപുരുഷനുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ വീട് എവിടെയാണ്? ആ നിന്ന ആൾ ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കുന്ന ദൈവപുരുഷൻ ഞാനാണ്. അപ്പൊ ഉടനെ ചോദിച്ചു, അതെ, ഞങ്ങളുടെ കഴുതകളെ കണ്ടു കിട്ടുമോ? കഴുതകളെയൊക്കെ കണ്ടു കിട്ടിയിട്ടുണ്ട്, നീ എൻ്റെ കൂടെ യാഗത്തിന് വാ. കഴുതകളെ കണ്ടു കിട്ടിയിട്ടുണ്ട്, നീ എൻ്റെ കൂടെ യാഗത്തിന് വാ. ശമൂവേൽ ആ സമൂഹത്തിലെ 30ഓളം പ്രമാണിമാരെ ചേർത്ത് നിർത്തി ഒരു വലിയ യാഗം പ്രസിദ്ധമാക്കിയിരുന്നു. ആ യാഗത്തിലേക്ക് ശൗലിനെയും ദാസനെയും കൂടെ ശമൂവേൽ പ്രവാചകൻ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അവിടുത്തെ യാഗമെല്ലാം കഴിഞ്ഞു. യാഗം കഴിഞ്ഞപ്പോഴത്തേക്ക് ശമൂവേൽ പ്രവാചകൻ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശുശ്രൂഷക്കാരനോട് പറഞ്ഞടാ, ഞാൻ ഇന്നലെ പറഞ്ഞ കുറച്ച് മേത്തരമായ കാര്യങ്ങൾ നീ മാറ്റി വെച്ചിട്ടില്ല, അത് ഇനി കൊണ്ടുപോവാ. അത് കൊണ്ടുവന്നു. കാരണം യഹോവയായ ദൈവം ശമൂവേലിനോട് തൊട്ട് തലേന്നേ പറഞ്ഞിട്ടുണ്ടടാ, നാളെ ഒരാൾ ഇവിടെ വരും, അവന് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് കൃത്യമായി ശമൂവേൽ ക്രമീകരിച്ച് വെച്ചിരിക്കുകയാണ്. യാഗം കഴിഞ്ഞു, ഭക്ഷണമെല്ലാം കഴിച്ചു. ഭക്ഷണം കഴിച്ചിട്ട് ശമൂവേൽ ശൗലിനോടും കൂടെ ഉണ്ടായിരുന്ന ദാസനോടും പറഞ്ഞു, ഇന്ന് പോകാൻ വരട്ടെ, ഇന്ന് രാത്രിയായില്ലേ, നീ ഇന്ന് കിടന്നു ഉറങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ യാത്രാക്ഷീണം കൊണ്ടൊക്കെ ശൗലും ദാസനും നന്നായി ഉറങ്ങി. നേരം പുലർന്നപ്പോ ശൗലും ദാസനോട് നന്നായി ഉറങ്ങി. നേരം പുലർന്നപ്പോ ശമൂവേൽ ശൗലിനെ തട്ടി വിളിച്ച്, ഡേ നമുക്ക് പോകണ്ടേ, നീങ്ങനെ ഉറങ്ങിയാൽ മതിയോ? ചാടി എഴുന്നേറ്റു, പോകാൻ റെഡിയായി. അങ്ങനെ ശമൂവേലും ശൗലും ദാസനും കൂടെ നടന്നു പോകുമ്പോൾ പട്ടണത്തിൻ്റെ അറ്റത്ത് എത്തിയപ്പോൾ ശമൂവേൽ ശൗലിനോട് പറഞ്ഞു, നിന്റെ കൂടെയുള്ള ദാസൻ അല്പം മുന്നോട്ട് പോകാൻ പറ, നീ ഇവിടെ നിൽക്കാം, എനിക്ക് നിന്നോട് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കാനുണ്ട്. നീ അല്പം നിൽക്കാം, എനിക്ക് നിന്നോട് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കാനുണ്ട്. എന്നെ കേൾക്കുന്ന കാരിച്ചാൽ സെന്റ് ജോർജ് ഇടവക ചില കാര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്താനുണ്ട്. ഈ തിരക്ക് പിടിച്ച് നമ്മുടെ ജീവിതയാത്രയിൽ, നമ്മൾ ഓട്ടമുള്ള ഈ യാത്രയിൽ അല്പമൊന്ന് നിൽക്കുക. ദൈവം ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ശമൂവേൽ പ്രവാചകൻ ശൗലിന്റെ ചെവിയിൽ മന്ത്രിച്ച ചില കാര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. വളരെ സിമ്പിളായ, നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന അറിയാവുന്ന കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒന്ന്, നിന്റെ വിചാരമല്ല ശൗലേ, ദൈവത്തിന് നിന്നെ പറ്റിയുള്ള പദ്ധതി. യഥാർത്ഥത്തിൽ നീ വന്നത് നിന്റെ അപ്പന്റെ കഴുതകളെ അന്വേഷിച്ചാണ്. എന്നാൽ യഹോവയായ ദൈവത്തിന് നിന്നെ പറ്റിയുള്ള പദ്ധതി ഇസ്രായേലിലെ രാജാവാക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ പോലും ശൗല് ചിന്തിച്ചിട്ടില്ല, ശൗലിന്റെ അപ്പൻ ചിന്തിച്ചിട്ടില്ല, ശൗലിന്റെ പ്രിയപ്പെട്ടവർ ചിന്തിച്ചിട്ടില്ല, ആ നാട്ടുകാർ ചിന്തിച്ചിട്ടില്ല. ശൗൽ പറയുന്നുണ്ട്, ഞങ്ങൾ ചെറിയ ഗോത്രമാണ്, ഞങ്ങൾ കഴിവുള്ളവരല്ല, ഇക്കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പൊ യഹോവയായ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് നിന്നെ ഇസ്രായേലിലെ രാജാവാക്കുക എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്, ജീവിതത്തിന്റെ യാത്രയിൽ നമുക്കൊത്തിരി കണക്കൂട്ടലുകളും പദ്ധതികളും ഉണ്ടാകും. എന്നാൽ നമ്മുടെ ദൈവത്തിന് നമ്മളെപ്പറ്റി വ്യക്തമായ ധാരണയും പദ്ധതിയുമുണ്ട്. കുറെ കാലം കഴിയുമ്പോൾ നാം തിരിഞ്ഞു നോക്കുമ്പോൾ ആ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം നമ്മൾ കൃത്യമായി മനസ്സിലാക്കും. അയ്യോ, എൻ്റെ ദൈവം എന്നെ ഇത്രമാത്രം സ്നേഹിച്ചിരുന്നുവോ, അല്ലെങ്കിൽ എൻ്റെ ദൈവം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടെ എന്നെ കൊണ്ടുപോയത് ഇങ്ങനെ ആക്കാനായിരുന്നല്ലോ. ഒരു പക്ഷേ ചില വേർപാടിന്റെ സങ്കടങ്ങൾ ഉണ്ടാകാം, ചില തകർച്ചകൾ ഉണ്ടാകാം, നമ്മൾ ചിന്തിക്കുന്ന പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി ചിലതൊക്കെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവത്തിന് എന്നെ പറ്റിയും നിങ്ങളെ പറ്റിയും വ്യക്തമായ പദ്ധതിയുണ്ട്. ഇത് ഞാൻ പറയുമ്പോൾ വേറൊരാളുടെ ജീവിതം പറയുന്നതിനേക്കാൾ നല്ലത് എൻ്റെ ജീവിതം ചേർത്ത് വെച്ചാൽ അതായിരിക്കും ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു.
പ്രിയപ്പെട്ട മനോജനറിയാം, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ വീട്ടിൽ 3 പേര് പെട്ടെന്ന് മരിച്ചു. ആദ്യം എൻ്റെ പിതാവ് മരിക്കുന്നത് 69-ാമത്തെ വയസ്സിൽ പിതാവ് മരിച്ചു. 55-ാമത്തെ വയസ്സായപ്പോ എൻ്റെ സഹോദരിയുടെ ഭർത്താവ് മരിച്ചു. 36-ാമത്തെ വയസ്സായപ്പോ എൻ്റെ സഹധർമ്മിണിയുടെ സഹോദരൻ മരിച്ചു. ആദ്യം പറഞ്ഞ എൻ്റെ പിതാവും സഹോദരിയുടെ ഭർത്താവും മരിക്കുന്നത് അസുഖം വന്നാണ്. ഇന്നലെ ഇളയ എൻ്റെ എൻ്റെ വൈഫിൻ്റെ ആങ്ങളെ മരിക്കുന്നത് മിലിറ്ററിയിൽ ഷെല്ലാക്രമണത്തിലാണ് മരിക്കുന്നത്. അപ്പൊ ഇത് 3 മരണവും എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. 3 മരണവും വേദനിപ്പിക്കും ചെറുതായിട്ടല്ലേ. ഇക്കൂട്ടത്തിൽ ഈ പിതാവിന്റെ വേർപാട് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഹാർട്ടിച്ച് പ്രയാസമുണ്ട്. അമ്മയെ കൊണ്ട് ശ്രീയത്തിലാണ് പോകുന്നത്. അപ്പൊ സഹോദരിക്ക് വേറെ ചില പ്രയാസങ്ങളുണ്ട്. മാത്രമല്ല എൻ്റെ വൈഫിന്റെ വീട്ടിൽ അവിടെ വേറെ മക്കളില്ല. ഈ സങ്കടങ്ങളെല്ലാം ഇങ്ങനെ വരുമ്പോ വല്ലാതെ ഒരു ദിവസം ഞാൻ വല്ലാതെ നിന്ന് കരഞ്ഞുപോയി. കാരണം ചില കാര്യങ്ങളിൽ നമുക്ക് ചില ചോദ്യങ്ങളോട് മറുപടി പറയാനില്ലാതെ വന്നു. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരത്ത് വീടിനോട് ചേർന്ന് എൻ്റെ പിതാവ് നട്ടൊരു 3-4 തെങ്ങും ഒരല്പ കൃഷിയൊക്കെ ഉണ്ട്. അപ്പൊ അതിലിച്ചിരി വെള്ളമൊക്കെ ഒഴിക്കണമെന്ന് കരുതി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഏറ്റവും അടുപ്പമുള്ള ഒരു ചങ്ങാതി എന്നെ വൈകുന്നേരത്ത് വിളിച്ചു. അപ്പൊ ഞാൻ വല്ലാത്ത ഒരു മാനസികാവസ്ഥ നിൽക്കണേ. പക്ഷെ അവനെന്നെ വിളിച്ചപ്പോൾ ഞാൻ സന്തോഷിച്ചു. എന്താ അറിയാമോ, അവൻ എൻ്റെ സങ്കടത്തിൽ എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വിളിക്കുകയാണെന്ന് ഞാൻ കരുതി. പക്ഷെ വിളിച്ച ചങ്ങാതി എന്നോട് ചോദിച്ചത്, എടാ ലേറ്റസ്റ്റ് സഫറിങ് എന്താണ്? അത്രയും പറഞ്ഞ് നിർത്തിയിരുന്നെങ്കിൽ എനിക്ക് സങ്കടമില്ല. അടുത്ത വാക്ക്, എടാ ഞങ്ങളിതിങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് കുറെ പേരോട് ഞാൻ അച്ഛൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ എൻ്റെ കൂടെയുള്ളവർ പറഞ്ഞു, അച്ഛൻ എന്തെങ്കിലും കുഴപ്പം കാണും, അല്ലെങ്കിൽ ഇങ്ങനെയെങ്കിലും പെട്ടെന്ന് വരികയില്ല, നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പറഞ്ഞ് ഇദ്ദേഹം വല്ലാതെ ഒരു നമ്മളെ വേദനിക്കുന്ന തരത്തിൽ അദ്ദേഹം സംസാരിച്ച് നല്ല ഉദ്ദേശത്തിലാകാം, പക്ഷേ എനിക്ക് വല്ലാത്ത വേദനയായിരുന്നേ. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിയുന്നെടുത്ത് വീടിന്റെ മതിലിനോട് ചേർന്ന് ഒരു കമ്പിയുടെ കഷ്ണമുണ്ട്. അത് പെട്ടെന്ന് തലയോ കയ്യോ കൊള്ളാതിരിക്കാൻ വേണ്ടി ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു കുപ്പി വെച്ച് ചേർത്ത് വെച്ചിരിക്കുകയാണ്. അതിൽ നീക്കുന്ന ഗേറ്റ് ആയതുകൊണ്ടുള്ളതാണ്. അപ്പൊ അത് അവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അന്ന് എങ്ങനെയോ ഈ പ്ലാസ്റ്റിക്കിന്റെ കുപ്പി അവിടെ നിന്നൊക്കെ പോയി. ഞാൻ അതിന്റെ ചുവട്ടിൽ വന്നിട്ട് തല പൊക്കി, ഇല്ല മുട്ട പൊട്ടുന്നത് പോലെ എന്റെ തല അങ്ങ് പൊട്ടി. 8 കുത്തിക്കെട്ടാണ്. അപ്പൊ അവിടെ നിന്ന് മയങ്ങി. അപ്പൊ ആളുകൾ എന്നെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്റ്റിച്ചൊക്കെ ഇട്ടിട്ട് തിരികെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് ഈ പ്രാർത്ഥന മുറിയില് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുക, ദൈവമേ എനിക്കിതെല്ലാം അവിടെ സഹിക്കാൻ വയ്യ, നിന്റെ പദ്ധതിയാണെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്കിത് സഹിക്കാൻ വയ്യ. എന്നിട്ട് ഞാൻ കുറേ നേരം കരഞ്ഞു കേട്ടോ. കരഞ്ഞപ്പോഴേ ആരും എൻ്റെ തോളിൽ തട്ടുന്നതായിട്ട് എനിക്ക് തോന്നി. പെട്ടെന്ന് ഞാൻ തിരിച്ചു ഒന്നുപോലെ എൻ്റെ സഹധർമ്മിണിയോ അമ്മയോ ആണെന്ന് കരുതി തിരിച്ചു നോക്കിയപ്പോൾ ആരും കാണുന്നില്ലേ. പിന്നെ ഇരുന്ന് കരഞ്ഞതേ, കാരണം ഈ സങ്കടം എല്ലാം കൂടെ പറയണ്ടേ. കുറേ നേരം കഴിഞ്ഞപ്പോ വീണ്ടും എൻ്റെ പുറത്തിങ്ങനെ തട്ടിയിട്ട് എൻ്റെ ഉള്ളിൽ എന്നോട് സംസാരിക്കുകയാണ്, എടാ മോനെ, ആയിരക്കണക്കിന് ചെറുപ്പക്കാരുടെ ഇടയിൽ നിന്ന് നിന്നെ ഞാൻ വൈദികനായിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നിന്നെ പറ്റിയൊരു പദ്ധതിയുണ്ട്. ഞാൻ നിന്റെ കൂടുണ്ട്. ആയിരക്കണക്കിന് ചെറുപ്പക്കാരുടെ ഇടയിൽ നിന്ന് ഞാൻ നിന്നെ വൈദികനായിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നിന്നെ പറ്റിയൊരു പദ്ധതിയുണ്ട്. ഞാൻ നിന്റെ കൂടെയുണ്ട്. ഇതെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് ഈ ദൈവത്തെയാണ് പരിചയപ്പെടുത്താനുള്ളത്. നമ്മുടെ ജീവിതത്തിന്റെ യാത്രയിൽ, നമ്മുടെ സങ്കടങ്ങളിൽ, സംഘർഷങ്ങളിൽ നമ്മൾ വല്ലാതെ ഭാരപ്പെട്ട് കരയുമ്പോ, ദൈവസ്ഥലം അലമുറയിടുമ്പോ, ആരും കാണാതെ കരയാൻ ശ്രമിക്കുമ്പോ നമ്മുടെ തോൾ തട്ടിക്കൊണ്ടൊരു ദൈവം പറയും, കുഞ്ഞേ എനിക്ക് നിന്നെ പറ്റിയൊരു പദ്ധതിയുണ്ട്. അതൊരു നാളും ദോഷത്തിനായിട്ടുള്ള പദ്ധതി അല്ല.
അതുകൊണ്ടാണ് പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നത്: എല്ലാം നന്മയ്ക്കായി ദൈവമേ നിൻ പദ്ധതികൾ, എല്ലാം എന്നോട് നന്മയ്ക്കായി മാത്രം. നാശമോ ദോഷമോ നിൻ ചിന്തയിലില്ല, എല്ലാം എന്നോട് നന്മയ്ക്കായി മാത്രം. കേട്ടില്ലേ പാട്ട്? എല്ലാം നന്മയ്ക്കായി ദൈവമേ നിൻ പദ്ധതികൾ, എല്ലാം എന്നോട് നന്മയ്ക്കായി മാത്രം. നാശമോ ദോഷമോ നിൻ ചിന്തയിലില്ല, എല്ലാം എന്നോട് നന്മയ്ക്കായി മാത്രം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നത്. 40-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ പറയുന്നു: ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങൾ എത്ര ഘനമേറിയവയാകുന്നു, എത്ര വലിയവയാകുന്നു. അതുതന്നെയാണ് 139-ാം സങ്കീർത്തനം 17-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത്: എത്ര വലിയവയാകുന്നു നമ്മളെ പറ്റിയുള്ള ദൈവത്തിന്റെ പദ്ധതികൾ. ഒരിക്കൽ പോലും ശൗൽ ചിന്തിച്ചിട്ടില്ല. ശൗൽ വന്നത് അപ്പന്റെ കഴുതകളെ അന്വേഷിച്ചാണെങ്കിൽ യഹോവയായി ദൈവം കണ്ടിരുന്നത് ഇസ്രായേലിലെ 1ാമത്തെ രാജാവാക്കാൻ വേണ്ടിയാണ്. ഓരോ കാര്യങ്ങൾക്കും ദൈവത്തിന് നമ്മളെപ്പറ്റി കൃത്യമായ പദ്ധതിയുണ്ട്, മറന്നു പോകരുത്. മലയാള മൺപത്രത്തിൽ 2020 ജാനുവരി മാസം 11-ാം തീയതി ശനിയാഴ്ച സാമ്പത്തികം പേജില് യുവ സംരംഭകരുടെ കുറെ പേരുടെ പേരുവിവരങ്ങളും അവരുടെ ബിസിനസ്സിനെ പറ്റിയൊക്കെ ഇട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വായിച്ചപ്പോഴ് എനിക്ക് വളരെ സ്വാധീനിച്ച ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം അതിലുണ്ട്. ബിസിനസ്സിനെ പറ്റി അതിനകത്തുണ്ട്. അത് ഇങ്ങനെയാണ്. അയാളുടെ പേര് അബ്ദുൾ മനാഫ് എന്നാണ്. അപ്പൊ ഇദ്ദേഹം ബിടെക് കഴിഞ്ഞ ആളാണ്. അദ്ദേഹം ജീവിക്കാൻ വേണ്ടി കുറെ ബിസിനസ്സുകൾ തുടങ്ങി. ആദ്യം അദ്ദേഹം തുടങ്ങിയത് ഒരു സെലിബ്രിറ്റി മാനേജ്മെന്റ് ആണ്. അത് 8 നിലയിൽ പൊട്ടി. അത് കഴിഞ്ഞിട്ട് ക്രിപ്റ്റോ മൈനിങ് തുടങ്ങി. അത് 16 നിലയിൽ പൊട്ടി. എന്നിട്ട് IT മേഖലയിൽ കൂടുതൽ വിജയം നേടാൻ വേണ്ടി കുറെ കാര്യങ്ങളൊക്കെ തുടങ്ങി. ഇതെല്ലാം പൊട്ടി പാളിച്ചായി. അവസാനം ജീവിക്കാൻ വേണ്ടി അയാൾ ഒരു ജ്യൂസ് കട തുടങ്ങി. ജ്യൂസ് കട. ഞാനിത് വായിക്കുമ്പോൾ അദ്ദേഹത്തിന് ആ ജ്യൂസ് കടയ്ക്ക് ഒരു പേരുണ്ട്, ഫ്രൂട്ട് ബേ ഫുഡ് എന്നാണ്. 50 ഔട്ട്ലെറ്റുകളാണ് ഉള്ളത്. ഇത് വായിക്കുന്ന സമയത്ത് ടേൺ ഓവർ 50 കോടി രൂപയാണ്. എന്നിട്ട് അദ്ദേഹത്തെ പറ്റി കൂടുതൽ അറിയാനായിട്ട് ഞാൻ ശ്രമിച്ചു. അദ്ദേഹത്തെ കൂടുതൽ വായിച്ചപ്പോഴും മനസ്സിലായത് ഇങ്ങനെയാണ്: നമുക്കോരോ പ്ലാൻ കാണും, നമുക്ക് ഓരോ ചിന്തകൾ കാണും. പക്ഷെ ആ ചിന്തകൾക്ക് അപ്പുറത്ത് ദൈവത്തിനൊരു പദ്ധതി നമുക്കുണ്ട്. പലപ്പോഴും അത് മനസ്സിലാക്കുവാൻ നമ്മൾ കുറേ സമയമെടുക്കും. അപ്പോൾ പറയണേ, ഇത്രയും ബിസിനസ്സൊക്കെ തകർന്നു പോയത് അതൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയാണ്. ഒരു ജ്യൂസ് കടയിൽ നിന്ന് 50 കോടി രൂപയുടെ ടേൺ ഓവറുള്ള സംഗതിയിലേക്ക് കാര്യം പോയതേ. ഒന്ന് ചിന്തിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്, തകർച്ചകൾ നാം തകർന്നു പോകാനല്ല, അതിൽ ചായം തേച്ച് മനോഹരമാക്കാനാണ്. ജപ്പാനിലൊരു ആർട്ടുണ്ട്. ആ ആർട്ടിന്റെ പേര് കിൻഡുസുഖി എന്നാണ്. കിൻഡുസുഖി. നമ്മളൊരു പ്ലേറ്റ് താഴെ വീണ് പൊട്ടിയാല് നമ്മൾ പൊട്ടിയെല്ലാം പറയും കളയും. പക്ഷെ അവർ ചെയ്യുന്നത് ഇത് ചേർത്ത് ഒട്ടിച്ചു വെക്കും. ഒട്ടിച്ചു വെച്ചിട്ട് ഈ ഒട്ടിക്കുന്ന വിള്ളലുണ്ടല്ലോ, ആ വിള്ളലുകളിലെല്ലാം അവർ ചായം തേക്കും, കളറുകൾ ചേർക്കും. എന്നിട്ട് ഇത് മനോഹരമായി ആളുകൾ കാണുന്നിടത്ത് കൊണ്ടുവെക്കും. എന്നിട്ട് അത് ജീവിതത്തെ പറ്റി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമാക്കി അവർ പറയും. ഇനി ചിലപ്പോൾ പൊട്ടലുണ്ടാകും, ചിലപ്പോൾ ചീറ്റലുണ്ടാകും, ചിലപ്പോൾ തകർന്നു പോകും. അപ്പൊ ജീവൻ തകർത്ത് കളയാനുള്ളതല്ല, അത് ചേർത്ത് വെച്ച് മനോഹരമാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നാം എന്താ ചെയ്യേണ്ടത്? ദൈവമേ, നിന്റെ പദ്ധതി എന്താണെന്ന് ദൈവത്തോട് ചോദിക്കണം. ദൈവമേ, എന്നെ പറ്റിയുള്ള നിന്റെ പദ്ധതി എന്താണ്? ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ കാണിക്കണമേ. ജീവിതത്തിൽ ദൈവത്തിന് നമ്മളെപ്പറ്റി നല്ല ഉദ്ദേശമുണ്ടെന്നുള്ള കാര്യം നാം മറന്നു പോകുക. അതുകൊണ്ട് പ്രവാചകൻ പറയുന്നു, യെശയ്യാപ്രവചന പുസ്തകം 55-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ നമ്മൾ തമ്മിലുള്ള വിചാരങ്ങൾക്ക് അത്രമാത്രം വ്യത്യാസമുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ, ജീവിതത്തിലെ ചില പ്രതിസന്ധികളിൽ, ചില സങ്കടങ്ങളിൽ, ചില വേദനകളിൽ നിങ്ങൾ തകർന്നു പോകാനല്ല ദൈവം നിങ്ങളെപ്പറ്റി ആഗ്രഹിക്കുന്നത്. പിന്നെയോ ദൈവത്തിനൊരു പദ്ധതി ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇവിടെ ശൗലിനോട്
ശമൂവേൽ പ്രവാചകൻ ചെവിയിൽ മന്ത്രിച്ച, മകനെ, കുഞ്ഞേ, എനിക്ക് നിന്നെ പറ്റിയൊരു പദ്ധതിയുണ്ട്. അത് നിന്റെ പദ്ധതിയല്ല, നിന്റെ വിചാരം അല്ല. 1 ശമൂവേൽ 10-9 1 ശമൂവേൽ 10-9 അങ്ങനെ ശമൂവേലിന്റെ അടുക്കൽ നിന്ന് ശൗൽ ഇറങ്ങി വരികയാണ്. ഇറങ്ങി വരുമ്പോഴേ കുറെ പ്രവാചക ഗണത്തെ കാണുന്നു. അപ്പൊ എന്ത് പറയുമോ, ഈ ശൗലും അവരുടെ കൂടെ അങ്ങ് പ്രവചിച്ചപ്പം അവിടെ ഒരു പുതിയ ഒരു പല്ലവി രൂപം കൊണ്ടു. ശൗലും പ്രവാചക ഗണത്തിലും ആളുകൾ പറയാൻ തുടങ്ങി. ശ്രദ്ധിക്കൂ, പ്രവാചകന്റെ അടുക്കൽ നിന്ന്, ശമൂവേൽ പ്രവാചകന്റെ അടുക്കൽ നിന്ന് ശൗൽ രാജാവായ അഭിഷേകം പ്രാപിച്ച് ഇറങ്ങി വരികയാണ്. ഇറങ്ങി വരുമ്പോ ഒരു പ്രവാചക ഗണത്തെ കാണുന്നു. അവരുടെ കൂടെ കൂടുകയാണ്, അവിടെ പ്രവചിക്കുകയാണ്. വാക്യം പറയുന്നു, ദൈവം അവന് വേറൊരു ഹൃദയം കൊടുത്തു. രണ്ടാമത്തെ ചിന്ത ഇതാണ്, വേറൊരു ഹൃദയം. ദൈവത്തിന്റെ അഭിഷിക്തന്മാർക്ക്, ദൈവാഭിഷേകമുള്ളവർക്ക്, ദൈവാത്മശക്തിയിൽ ജീവിക്കുന്നവർക്ക് വേറൊരു ഹൃദയം നൽകും. ഇത് പറയുമ്പോഴേ എൻ്റെ മനസ്സിൽ വരുന്നത്, പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ വീടുകൾ കയറി ഇറങ്ങി പ്രാർത്ഥിക്കുന്ന സുവിശേഷകരുണ്ടായിരുന്നു. അപ്പം ലഘുലേഖകളായിട്ട് വരും. അപ്പം ലഘുലേഖകളായിട്ട് വരുന്ന കൂട്ടത്തില് എന്നെ സ്വാധീനിച്ച ഒരു ലഘുലേഖ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ആ ലഘുലേഖയുടെ പേര് തമ്പിയുടെ ഹൃദയം എന്നാണ്. ഒരു പക്ഷേ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. ഒരു ഹൃദയത്തിന്റെ പടമുണ്ട്, അതിന്റെ തലയ്ക്കൽ തമ്പിയുടെ തലയുണ്ട്. അതിങ്ങനെ ഹൃദയത്തിന്റെ പടം, അതിന്റെ നടുക്ക് ഇങ്ങനെ തമ്പിയുടെ തല. എന്നിട്ട് ഈ ഹൃദയത്തിന്റെ അറകളിൽ ഓരോ മൃഗങ്ങളുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഒന്നിനകത്ത് സിംഹമാണ്. സിംഹം കാട്ടിലെ രാജാവാണ്. അപ്പം രാജാവിനെ പോലെ ഞാൻ വലിയ ആളാണെന്ന് ഉള്ള ഭാവം. പക്ഷെ അത് തെറ്റാണെന്ന് പിന്നീട് മനസ്സിലാക്കും. വചനം ഓർപ്പിക്കുന്നുണ്ട്, ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും. ബാക്കി പറ, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. എന്റെ ചോദ്യം ഇതാണ്, കാട്ടിലെ രാജാവായ സിംഹത്തിന്റെ മക്കൾ പട്ടിണി കിടക്കുമോ? കാട്ടിലെ രാജാവായ സിംഹത്തിന്റെ മക്കൾ പട്ടിണി കിടക്കുമോ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. എന്താ പറയുന്നേ? പട്ടിണി കിടക്കുമെന്ന്. ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും. അതെങ്ങനെയാ സംഭവിക്കുന്ന അറിയാമോ? സാധാരണഗതിയിൽ വലിയ സിംഹങ്ങൾ ഈ ഇരയെ ഓടിച്ചിട്ട് പിടിച്ചിട്ട് ഈ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്ക് അതിന് ആവശ്യത്തിന് കഴിക്കാൻ വേണ്ടി അവർ മാറി നിൽക്കും. അപ്പൊ കുഞ്ഞുങ്ങൾ അവരുടെ ആവശ്യത്തിന് കഴിച്ചതിന് ശേഷമേ പിന്നീടാണ് ഈ വലിയ സിംഹങ്ങൾ പോയി കഴിക്കുക. എന്നാൽ ഉണക്ക് കാലമാകുമ്പോൾ ഈ ഇരയ്ക്കുള്ള ദൗർലഭ്യം നേരിടുന്ന സമയത്ത് വലിയ സിംഹങ്ങൾ ചെയ്യുന്ന പണി, ആദ്യം പോയി ഇരയൊക്കെ പിടിച്ചിട്ട് ഈ കുഞ്ഞു സിംഹങ്ങളെ അവിടെ അടുപ്പിക്കത്തില്ല. കാരണം ഇവർ പട്ടിണിയാണ്, ഇവർ മുഴുവനായിട്ടും കഴിച്ചിട്ട് അവസാനം വരുമ്പോഴത്തേക്ക് ഈ കുഞ്ഞുങ്ങൾ കഴിക്കാനായിട്ടൊന്നും കാണില്ല. ഇത് കൃത്യമായി സങ്കീർത്തനക്കാരൻ പലപ്പോഴായി കണ്ടിട്ടുണ്ട്. അത് കണ്ടുകൊണ്ടാണ് പറയുന്നത്, ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്, ഞാൻ വലിയ ആളാണെന്ന ഭാവം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ തലമുറകൾക്ക് എന്ത് സുരക്ഷിതത്വമാണ് അങ്ങനെയുള്ള ഭാവം കൊണ്ട് നാം ഉണ്ടാക്കുന്നത് എന്ന് ശാന്തമായി ചിന്തിക്കണം. ഒരറയ്ക്കകത്ത് പാമ്പിന്റെ ചിത്രമാണ്. പാമ്പിങ്ങനെ പതുങ്ങി കിടക്കും, തക്കം കിട്ടിയാൽ കൊത്തിക്കളയും. ചിലരെങ്ങനെയാണ്, പതുങ്ങി നിൽക്കും, തക്കം കിട്ടിയാൽ ആക്രമിച്ചു കളയും. അങ്ങനെ കുറെ മൃഗങ്ങളുടെ ചിത്രമാണ് ഈ ഹൃദയത്തിന്റെ ഓരോ അറയിലുള്ളത്. ചുരുക്കത്രേ ഉള്ളൂ, നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥാനമുണ്ടോ? ഈ പറഞ്ഞതുപോലെ ഓരോ ചിന്തകൾക്കോ ഓരോ ഭാവങ്ങൾക്കോ ആണോ സ്ഥാനം? നാം മനസ്സിലാക്കേണ്ടത്, നമ്മൾ വേറൊരു ഹൃദയം ഉള്ളവരാണെന്നൊരു ബോധ്യം ഉണ്ടാവണം. വേറൊരു ഹൃദയം ഉള്ളവരാണെങ്കിൽ ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ്, ബാക്കി പറ, വായ സംസാരിക്കുന്നത്. നമ്മുടെ ചിന്തകൾക്കനുസരിച്ചാണ് നമ്മുടെ വാക്കുകൾ പുറത്തു വരുന്നത്. അപ്പൊ നമ്മുടെ ഹൃദയം നല്ല ഹൃദയം, വേറൊരു ഹൃദയമാണെങ്കിൽ നമ്മുടെ ഓരോ വാക്കുകൾക്കും അതിൻ്റെതായ മാധുര്യമുണ്ടാകും. നമ്മുടെ ഓരോ ഇടപെടലിനും അതിൻ്റെതായ ഒരു മാധുര്യമുണ്ടാകും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്,
നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥാനം കൊടുത്തിട്ടുണ്ടോ? അതല്ലെങ്കിൽ വേറൊരു ഹൃദയമുള്ളവരാണ് നമ്മൾ എന്ന ബോധ്യം എന്നെയും നിങ്ങളെയും ഭരിച്ചിട്ടുണ്ടോ? ഭരിച്ചിട്ടില്ലെങ്കിൽ ഈ സന്ധ്യയിൽ നമ്മുടെ ഹൃദയം ദൈവത്തിന് കൊടുക്കണം. ഒരു പാട്ടുണ്ട് സുവിശേഷ ഗാനങ്ങളിലാണ്, നിങ്ങളിപ്പോൾ അറിയാവുന്ന പാട്ടായിരിക്കും. വാ നീ യേശുവിങ്കൽ വാ, നിൻ ഹൃദയത്തിലാവ നീടം താം, നിന്റെ ഹൃദയത്തിലാവ നീടം താം, നീ യേശുവിങ്കൽ വാം, നിൻ ഹൃദയത്തിലവനിടം താം, നിന്റെ ഹൃദയത്തിലവനിടം താ. അടുത്ത വരി നിങ്ങൾക്കറിയാം. വരുമ്പോൾ നീ എന്തു കൊണ്ടുവന്നു, ഇനി പോകുമ്പോൾ നീ എന്തു കൊണ്ടുപോകും. പിന്നുണ്ട്, മനുഷ്യരിൽ ദൈവഭയം ഇല്ല, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം ഇല്ല. നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലേ നമ്മുടെ ഉള്ളിൽ ദൈവത്തിന് സ്ഥാനം എവിടെയോ കുറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് ഇടം കൊടുക്കണം. പട്ടമേറ്റ സമയത്ത് ആദ്യത്തെ പള്ളി പത്തനാപുരം ലാസർ പള്ളിയാണ്. അവിടെ അസിസ്റ്റന്റ് വികാരിയാണ്. അപ്പോൾ അവിടെ ചില ഒരു ചാപ്പലുണ്ട്, ചെറിയ പള്ളി. അവിടെ 2 തവണയേ ഉള്ളൂ. അപ്പോൾ ഒരു തവണ ആ ചാപ്പലിൽ ചൊല്ലും, ഒരു തവണ പള്ളിയിൽ ചൊല്ലും. ആ പള്ളിയിൽ ആരാധന കഴിഞ്ഞിട്ട് അവിടെ കോട്ടേജ് പ്രെയർ ഉണ്ട്, വീടുകളിൽ പ്രാർത്ഥനയുണ്ട്. ആരാധന കഴിഞ്ഞ് ഈ വീടുകളിൽ പ്രാർത്ഥനയ്ക്ക് ചെന്ന സമയമാണ് ഈ പത്തനാപുരം കല്ലിക്കടവ് ജംഗ്ഷനിൽ ഒരു പെട്രോൾ പമ്പുണ്ട്, ഇപ്പോഴും ഉണ്ട് പമ്പ്. ആ പമ്പിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. എൻ്റെ കൂടെ വേറെ സാറും ഉണ്ട്. ഞങ്ങൾ 2 പേരും കൂടെ ഈ പ്രാർത്ഥന വീട്ടുകാരും വാഹനമായി വരും, അത് കാത്തു നിൽക്കുകയാണ്. അപ്പം ഞങ്ങളിങ്ങനെ പോകാനായിട്ട് റെഡിയായി നിൽക്കുന്ന സമയത്ത് ഒരു ബെൻസ് കാർ അവിടെ കൊണ്ട് നിർത്തി കേട്ടോ. അപ്പം ഈ ബെൻസ് കാറിലെ ആൾ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് എൻ്റെ കൂടെ വന്നിരുന്ന സാർ അദ്ദേഹത്തോട് ചോദിച്ചു, നീ എവിടെ പോയതാടേ? ഞാൻ ആദ്യം കരുതിയത് പ്രാർത്ഥനയ്ക്ക് പോകാനുള്ള വീട്ടിലെ വണ്ടിയാണെന്നാണ് കരുതിയത്. പിന്നെ പറഞ്ഞു, അതെ പിന്നെ ഞാൻ ഗാന്ധി ഭവനിൽ പോയതാണ്. പത്തനംതിട്ട ഗാന്ധി ഭവൻ വലിയ സെൻ്റർ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ കേട്ടുണ്ടാകും. അപ്പോൾ എന്തടേ? അപ്പം ഞങ്ങളുടെ വിവാഹ വാർഷികമായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അവിടെ കഴിച്ചു. എന്നിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഭാര്യയെയും മക്കളെയും വിളിക്കാൻ പോവാണ്. അപ്പോൾ സംസാരിച്ചപ്പോൾ ഇവർ 2 പേരും മസ്കറ്റിൽ മറ്റേ ജോലി ചെയ്തവരാണ്, എൻ്റെ കൂടെ നിന്ന ആളും ഈ വന്ന ആളും. അപ്പം ഇവർക്ക് 2 പേർക്കും നല്ലതുപോലെ അറിയാം പരസ്പരം. ഈ സംസാര മധ്യേ എൻ്റെ കൂടെ നിന്ന ആൾ ചോദിച്ചു, എടാ സാം എന്തിയെ? ആ ചോദ്യം അദ്ദേഹം അത്ര ഇഷ്ടമായില്ല. അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ അന്വേഷിക്കാറില്ല, അതിന് കാര്യമില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ വാഹനത്തിൽ കയറി അദ്ദേഹം അങ്ങ് പോയി. അത്രമാത്രം ദേഷ്യമായി. അപ്പൊ ഇത് കണ്ടപ്പോൾ എനിക്കൊരു സങ്കടം. ആരാണ് ഈ സാം? ഈ ഭാഷാഭൂഷണിന് അടുത്തിടയ്ക്ക് ഒരു കവിതയുണ്ടായിരുന്നു, ജിജി എന്നൊരു കവിത. ആരാണ് ജിജി? ഇന്നത്തെ മനോരമയും സൺഡേ സപ്ലിമെന്റിൽ ഒരുക്കുന്ന നമ്മുടെ പുതിയ ഒരു സിനിമയുടെ ഒരാളിനെ പറ്റി അദ്ദേഹം ജോൺ സാർ ആരാണ് എന്ന് ചോദിച്ചുകൊണ്ടൊരു ഹെഡുണ്ട് നമ്മുടെ മലയാള മനോരമ പത്രത്തിലെ സപ്ലിമെന്റിലുണ്ട്. പോട്ടെ, അപ്പൊ ആരാണ് സാം എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ. അപ്പൊ ഞാൻ ഈ സാറിനോട് ചോദിച്ചു, സാറേ ആരാണ് ഈ സാം? അപ്പൊ എന്നോട് പറഞ്ഞേ, പക്ഷെ നമ്മൾ പ്രാർത്ഥനയ്ക്ക് പോകുന്നത് ആ വീടിനടുത്ത്, നമുക്ക് അവിടെ ഒന്ന് കയറാം. അപ്പൊ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോയി. ഞാൻ വിട്ടില്ല, ഞാൻ സാറേ നമുക്ക് ആ സാമിനെ ഒന്ന് കാണണം, പോയേക്കാം. അപ്പൊ എൻ്റെ കൂടെ വന്ന അദ്ദേഹം എന്നെ സാമിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. അപ്പം ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു ഓടിട്ട പഴയ വീട്. അപ്പോൾ കഴുക്കോലിൽ നിന്നൊരു കയറ് കെട്ടി കിടക്കയുടെ അടുക്ക വരെ ഉണ്ട്. ഈ സാമച്ചാൻ ഞങ്ങളെ കണ്ടപ്പോഴത്തേക്ക് ആ കയറെ പിടിച്ചുകൊണ്ട് എഴുന്നേറ്റിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ അടുക്കൽ കസേര ഞാനിരുന്നു, മറ്റേ സാറും ഇരുന്നു. അപ്പോൾ ഇദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയാണ്. ഒത്തിരി പറഞ്ഞ സമയം കളയുന്നില്ല. ഇത്രയേ ഉള്ളൂ. ആ സാം എന്ന് പറഞ്ഞ അദ്ദേഹം ആ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന മകനാണ്, ഏറ്റവും മൂത്ത മകനാണ്. അനിയന്മാരെല്ലാം ഇദ്ദേഹം ഗൾഫിൽ ബിസിനസ് നടത്തിയാണ് പഠിപ്പിച്ചു. ഇവരെല്ലാം കുടുംബസ്ഥരായി, അനിയന്മാർ കുട്ടികളുമായി. അപ്പോൾ ഇദ്ദേഹത്തിനൊരു തോന്നൽ, അതൊരു വിവാഹം ചെയ്തിട്ടില്ല, വിവാഹം കഴിക്കണം. അങ്ങനെ വിവാഹം കഴിച്ചു.
ഈ സാമിനും രണ്ട് മക്കളായി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കുടുംബത്തിൽ ചെറിയ ചെറിയ പ്രയാസങ്ങൾ വന്നു. സഹോദരങ്ങൾ വിചാരിച്ചു ഇദ്ദേഹം വിവാഹം ചെയ്യുകയില്ല, ഈ ബിസിനസ് എല്ലാം അവർക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാന്ന് കരുതിയിരുന്നതാണ്. പക്ഷെ സംഗതി കണക്കൂട്ടിൽ തെറ്റിപ്പോയി. സംഗതി വഴക്കായപ്പോഴത്തേക്ക് ഈ സാം പറഞ്ഞു, എനിക്ക് നിങ്ങളോട് മത്സരിക്കാനില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങൾക്കെടുക്കാം. അബ്രഹാം ലൂത്തിനോട് പറഞ്ഞതുപോലെ ബിസിനസ് മുഴുവൻ സഹോദരങ്ങൾ എടുത്തു. അവസാനം ഈ മനുഷ്യൻ ആദ്യം മുതൽ പുതിയൊരു ബിസിനസ് തുടങ്ങി. അത് പച്ച പിടിച്ച് വരുമ്പോഴാണ് ഇദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നു. സ്ട്രോക്ക് വന്നപ്പോ അവിടെ ഉണ്ടായിരുന്ന കൂട്ടുകാരെല്ലാവരും കൂടെ ഈ സഹോദരങ്ങളോട് പറഞ്ഞു, ഇയാളെ സാമിനെ നമുക്ക് ചികിത്സിക്കണം. എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ള ആളാണ് ഈ സാമു. അപ്പൊ ഈ സഹോദരന്മാർ 3 പേരോട് പറഞ്ഞത്, ഞങ്ങൾക്ക് അങ്ങനെ ഒരു സഹോദരൻ ഇല്ലെന്നാണ്. അവിടെ ഉണ്ടായിരുന്ന മലയാളികളെല്ലാം കൂടെ ചേർന്ന്, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സാർ ഉൾപ്പെടെ എല്ലാവരും കൂടെ ചേർന്ന് പിരിവെക്കിട്ട് ഈ മനുഷ്യനെ ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് വൈക്കത്ത് ചികിത്സയുടെ ഭാഗമായി ദൈവത്തിന് കൃപയാൽ ഇപ്പൊ കയറ് പിടിച്ച് അദ്ദേഹം എഴുന്നേറ്റിരിക്കുന്ന തരത്തിൽ അന്നായിരുന്നു. അപ്പൊ ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ മകൻ എന്നെ വിളിക്കും. വളരെ സ്നേഹമായിരുന്നു. ഞാൻ പുള്ളിക്കൂടെ കൂടെ കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ പിന്നീട് ഒരു കുറെ 4 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്കെല്ലാം ഓരോ ജോലിയും ഒക്കെ ആയിപ്പോയി. പിന്നീട് എനിക്ക് എന്നെ വിളിക്കാനോ സംസാരിക്കാനോ പറ്റിയില്ല. എന്നാൽ 10 വർഷം കഴിഞ്ഞിട്ട് പത്തനാപുരം മാക്കുളം ഹെർമോൻ പള്ളിയിൽ വികാരിയായി ചുമതല ഏൽക്കുമ്പോൾ പത്തനാപുരത്ത് ഒരു സെൻട്രൽ ഓർത്തഡോക്സ് കൺവെൻഷൻ ഉണ്ട്, പത്തനാപുരം സെൻട്രൽ കൺവെൻഷൻ. ഈ കൺവെൻഷന്റെ പിരിവിനായിട്ട് അവിടെയുള്ള എല്ലാ വീടുകളും കയറി ഇറങ്ങും. എല്ലാവരും വേണ്ടി പ്രാർത്ഥിക്കും, എല്ലാവരും ക്ഷണിക്കും. അങ്ങനെ പോകുമ്പോൾ 10 വർഷം കഴിഞ്ഞ് ഞാൻ ഈ സാം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി. പഴയ വീടൊന്നും അല്ല കേട്ടോ, പുതിയ അതിമനോഹരമായ വലിയൊരു വീട്. ഈ സാം ചാൻ ഒരു കമ്പിന്റെ സഹായത്തോടെ നടക്കും. ഞാൻ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി വീടും സാഹചര്യം കണ്ടപ്പോൾ. അപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ നമ്മുടെ ശാസ്താംകോട്ട എഞ്ചിനീയറിംഗ് കോളേജിൽ പഠനം കഴിഞ്ഞപ്പോഴത്തേക്ക് ക്യാമ്പസ് ഇന്റർവ്യൂ കഴിഞ്ഞ് ഇൻഫോസിസ് എന്ന കമ്പനി ജോലിക്ക് കയറിയും. അദ്ദേഹത്തിന്റെ മകൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ BSc നേഴ്സിംഗ് കഴിഞ്ഞപ്പോൾ നമ്മുടെ സഭ ഓർത്തഡോക്സ് സഭയിലെ ചെങ്ങന്നൂരുള്ള ഒരു പയ്യൻ UK കാരൻ വിവാഹം ചെയ്ത് കൊണ്ടുപോയി. കുടുംബത്തിന്റെ അവസ്ഥ അങ്ങ് മാറി. പക്ഷെ എന്നെ ചിന്തിപ്പിച്ചത്, ഞങ്ങളവിടെ പത്തനാപുരം കൺവെൻഷനിൽ ആളിനെ ക്ഷണിക്കാൻ ചെല്ലുമ്പോൾ അന്ന് ഞാൻ ബെൻസ് കാറിൽ കണ്ട കഷണ്ടിയുള്ള നല്ല സുന്ദരനായ നല്ല ഹൈറ്റും വെയിറ്റുമുള്ള ഇദ്ദേഹത്തിന്റെ അനിയൻ ആ വീട്ടിൽ ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇദ്ദേഹം അച്ഛാ ഇവന്റെ ഭാര്യ മരിച്ചു പോയച്ചാ, ഇവരുടെ 2 ആമക്കളുണ്ട്, 2 പേരും കൂടെ ഉള്ള സ്വത്തുക്കളെല്ലാം എടുത്തു, അവർ വഴിക്ക് പോയി. ഈ സംശയം പറയുകയാണ്, അച്ഛാ എനിക്ക് ഇവനെ കളയാൻ പറ്റുമോ അച്ഛാ? കേട്ടെ, ഇവൻ എൻ്റെ ഹൃദയത്തിന്റെ ഭാഗമല്ലയോ അച്ഛാ? എനിക്ക് ഇവനെ കളയാൻ പറ്റുമോ അച്ഛാ? ഇവൻ എൻ്റെ ഹൃദയത്തിന്റെ ഭാഗമല്ലയോ? നോക്കിക്കേ, ഒരു പ്രതിസന്ധിയുടെ സമയത്ത്, സംഘർഷത്തിന്റെ സമയത്ത് കൂടെ നിൽക്കാതെ പരമാവധി ഉപദ്രവിച്ച ഒരു സഹോദരനെ അവന്റെ സങ്കടത്തിന്റെ സമയത്ത് ചേർത്ത് നിർത്തുന്ന ആളാണ് വേറൊരു ഹൃദയം ഉള്ള ആൾ. എനിക്കോ നിങ്ങൾക്കോ അങ്ങനെ സാധിച്ചു എന്ന് വരികയില്ല. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് അതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേറിട്ട് ചിന്തിക്കുവാനും വേറിട്ട് പ്രവർത്തിക്കുവാനും കഴിയണമെങ്കിൽ വേറൊരു ഹൃദയമുള്ളവരാണ് എന്നൊരു ബോധ്യം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ വേറൊരു ഹൃദയമുള്ളവരാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുമ്പോൾ അതുമൂലം എല്ലാ പ്രതിസന്ധികളെയും നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും. നമ്മൾ അജയ്യരായി മാറും. ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല. ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം 5-ാം വാക്യത്തിൽ ശിംശോനോട് ചേർന്നൊരു സംഭവം പറയുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ്, ആത്മാവ് അവന്റെ മേൽ വന്നു. അപ്പോ ഒരു സിംഹത്തെ, ഒരു ആട്ടിൻകുട്ടിയെ വലിച്ചു കീറുന്നത് പോലെ അവൻ വലിച്ചു കീറി. ഇങ്ങനെയാണ് വ്യാഖ്യാനം നൽകുന്നത്. സിംഹം ബലത്തെയും കാണിക്കുന്നുണ്ട്, പ്രതിസന്ധിയെയും കാണിക്കുന്നുണ്ട്. ചില പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ ആത്മശക്തിയാൽ വേറൊരു ഹൃദയമുള്ളവർക്ക് വളരെ നിസ്സാരമായി സാധിക്കും. അതുകൊണ്ടാണ് ആവർത്തന പുസ്തകം 5-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ വചനം നമ്മളോട് ഓർപ്പിക്കുന്നത്, എന്നേക്കും നിന്നോടുകൂടി ജനമിരിപ്പാൻ
ഇവരോട് കൂടെ ആ നല്ല ഹൃദയം എന്നും ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ദൈവത്തോടു കൂടി ചേർന്നിരിപ്പാൻ ഒരു വേറൊരു ഹൃദയം എന്നും ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ആവർത്തന പുസ്തകം 5-ാം അധ്യായം 29-ാമത്തെ വാക്യം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നേ? ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, നല്ല മണ്ണിലുള്ളതോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്ന ഹൃദയമുള്ളവരായി ഈ സന്ധ്യയിൽ നാം മാറണം. അത് നമുക്ക് മാത്രമല്ല, മറ്റുള്ളവർക്കും ഗുണകരമാവണം. മാതൃപത്രത്തിൽ കുറെ നാളുകൾക്ക് മുമ്പ് പ്രൊഫസർ സി മാമച്ചൻ എന്ന് പറയുന്ന തിരുവല്ല കോളേജ് അധ്യാപകർ, പക്ഷെ നിങ്ങൾക്ക് പരിചയമുള്ള ആളായിരിക്കും, അദ്ദേഹത്തെ പറ്റി ഒരു വിവരണം ഉണ്ടായിരുന്നു. അതിങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹം കോളേജ് അധ്യാപകനായിരുന്നു, ഇഷ്ടംപോലെ ധനം ഉണ്ടായിരുന്നു, പക്ഷെ നല്ല മദ്യപാനിയായിരുന്നു. കുടിച്ചു മുഴുവൻ നശിപ്പിച്ചു. അവസാനം സ്വന്തം വീടും നഷ്ടമായി. വീട് ജപ്തി ചെയ്ത് ഇറങ്ങിപ്പോകുമ്പോൾ അദ്ദേഹം തൻ്റെ ഭാര്യയും കൂടെ ഇറങ്ങി വരുന്ന സമയത്ത് അദ്ദേഹം ചിന്തിച്ചു, എടാ, ഇതുവരെ ഞാൻ എൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചു, ഇനി അങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല, ഇനി മനുഷ്യർ കൊള്ളാവുന്ന എന്തെങ്കിലും കാര്യം കൂടെ ചെയ്യണം. അപ്പൊ അദ്ദേഹം ചെയ്തത് സമാന കുടിയന്മാരെല്ലാം കൂട്ടി വരുത്തി, എന്നിട്ട് അവരുടെ ഒരു സംഘടന ഉണ്ടാക്കി. എന്നിട്ട് വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകാൻ തുടങ്ങി. ഞാൻ ഈ പത്രം വായിക്കുമ്പോൾ 7 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ള ചെലവ് വരുന്ന വീടുകൾ, 700-ലധികം വീടുകൾ ഈ മാമച്ചൻ സാറും കൂട്ടരോടെ വെച്ചു കൊടുത്തു. എന്നിട്ട് ഈ മനുഷ്യൻ പറയുന്നൊരു വാക്യമുണ്ട്, ഇപ്പോ ഹൃദയം അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, വിവരണാതീതമാണ്. ഇപ്പോ ഹൃദയം അനുഭവിക്കുന്ന സന്തോഷമുണ്ടല്ലോ, വിവരണാതീതമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്, നമ്മുടെ ഹൃദയത്തിന് അല്പം മനുഷ്യത്വമുണ്ടെങ്കിൽ വേറൊരാളുടെ സങ്കടം കാണുമ്പോൾ നാം അറിയാതെ കരഞ്ഞു പോകും. നമ്മുടെ ഹൃദയത്തിന് അല്പം സ്നേഹമുണ്ടെങ്കിൽ വേറൊരാളുടെ സന്തോഷം കാണുമ്പോൾ നാമും അവരോടൊപ്പം സന്തോഷിക്കും. ഇതൊന്നുമില്ലാത്ത അനങ്ങാപ്പാറകളായി നാം ഇരിക്കുന്നെങ്കിൽ ഈ പെരുന്നാളിലൊരു തീരുമാനം എടുക്കണം. എൻ്റെ ദൈവമേ, കല്ലുപോലുള്ള എൻ്റെ ഹൃദയത്തെ മെഴുകുപോലെ ആക്കി തീർക്കണം. കല്ലുപോലുള്ള എൻ്റെ ഹൃദയത്തെ മെഴുകുപോലെ ആക്കി തീർക്കണം. എന്നാൽ പലപ്പോഴും ഈ ഒരു സാഹചര്യങ്ങൾ വരുമ്പോഴേ ചിലരെ ഒന്ന് മെഴുകുപോലെ ആക്കിയെടുക്കാനേ ദൈവം എന്തെല്ലാം കാര്യങ്ങൾ കാണിച്ചാലും ചിലർ പഠിക്കില്ല. അവസാനം സഹിക്ക വയ്യാതെ വരുമ്പോഴാ ഹൃദയത്തിനൊരു അലിവുണ്ടാവുന്നതേ. പക്ഷേ ഞാൻ നേരത്തെ പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, ഒരു മിലിറ്ററിക്കാരനായ നമ്മുടെ ഒരു വിശ്വാസിയുണ്ട് കേട്ടോ. അത് മഹാക്രൂരനാണ്. ക്രൂരൻ എന്ന് വെച്ചാൽ ആരോടും യാതൊരു ദാക്ഷിണ്യമില്ല, വളരെ റഫാണ്. അപ്പൊ ഈ മനുഷ്യന്റെ കാര്യം വെച്ചാലേ അതിനെ റഫിനെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം അവർ ബാംഗ്ലൂരിന് താമസം, നാട്ടിൽ വന്നപ്പോഴേ ഭാര്യയുമായിട്ട് ഒന്ന് ഉടക്കി പിരിഞ്ഞു. ചെറിയ വഴക്കുണ്ടായി. വഴക്കുണ്ട്. ദേഷ്യം തീർത്ത് എങ്ങനെ അറിയാമോ? കതകിനിടയിൽ വിരൽ കൊണ്ടുവച്ച് കഥ അടച്ചു കളഞ്ഞു. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ ആ മനുഷ്യന്റെ ഹൃദയത്തിന്റെ കാഠിന്യം. 2 പെൺകുട്ടികളാണ്. ഈ കുഞ്ഞുങ്ങളെ അടിക്കുന്നത് എങ്ങനെ അറിയാമോ? തലമുടി കുഞ്ഞു ചുറ്റി പിടിച്ചിട്ട് കവിളത്ത് അടിക്കുന്നത്. പെൺകുട്ടികൾ അപ്പം മുതിർന്നപ്പോൾ അവർ എതിർക്കാൻ തുടങ്ങി. പുള്ളിക്ക് അതൊരു വിഷയമേ അല്ല. അപ്പൊ പലപ്പോഴായിട്ട് എന്നോട് അദ്ദേഹത്തിന്റെ പിതാവിനും ഒക്കെ വളരെ അടുപ്പമുള്ളത് കൊണ്ട് ഞാൻ എതുവഴി പോകാൻ ഒറ്റ അച്ഛന്മാരെ വീട്ടിൽ കയറത്തില്ല. പക്ഷെ ഞാൻ അവിടെ പോയിരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് സംസാരിച്ച് പ്രാർത്ഥിക്കും. ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് തമാശകളൊക്കെ പറഞ്ഞ് അങ്ങനെ എന്നോട് ചെറിയ ഒരു സ്നേഹമുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കുന്നത് എന്നോട് അത്രമാത്രം ഒരു ചെറിയ അടുപ്പം ഉണ്ടെന്നൊരു തോന്നലുണ്ട് വീട്ടുകാർക്കും. കഴിഞ്ഞ 6 മാസം മുമ്പ് ഈ മനുഷ്യൻ അവധിക്ക് വന്നപ്പോഴ് എന്നെ വിളിച്ചു. ഞാൻ ചെല്ലുമ്പോഴേ എന്നെ ഭയങ്കര അതിശയിപ്പിച്ചതാ. അദ്ദേഹം ഇരിക്കുന്ന കസേരയോട് ചേർന്ന് ടീപ്പോയിൽ വിശുദ്ധ വേദപുസ്തകമുണ്ട്, പാഠ്യപുസ്തകമുണ്ട്, പാമ്പാക്കുട നമസ്കാരമുണ്ട്, മുകളിൽ ജപമാലയുണ്ട്. ഒരിക്കലുമില്ലാത്തതിൻ്റെ കൂട്ടി ചിരിയുണ്ട്. ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേക്കാൻ നോക്കിയിട്ട് എഴുന്നേക്കാൻ പറ്റുന്നില്ല. എന്തറിയാമോ? അത് ഒരു ഷുഗർ കൂടിയിട്ട് ഒരു കാല് മുറിച്ചു. എന്നിട്ട് എന്നെ പിടിച്ച് അടുത്തിരുത്തി. എന്നിട്ട് എന്നോട് പറയാം, അച്ഛാ
ഞാൻ ഈ ദൈവത്തെ അല്പം നേരത്തെ ഒന്ന് അറിയേണ്ടതായിരുന്നു. എന്നിട്ട് പറയാം, എന്നെ ഈ ദൈവത്തിന് സ്നേഹം മനസ്സിലാക്കാൻ വേണ്ടി ദൈവം എൻ്റെ ഒരു കാല് കളഞ്ഞത് എനിക്ക് സങ്കടമായിപ്പോയി. ഞാൻ മറുപടി പറഞ്ഞു, അതല്ല നീ, ദൈവം അതിന് പകരം ദൈവത്തിൻ്റെ കൂടെ ഉണ്ടെന്നൊരു ബോധ്യം വേണം. മാത്രമല്ല, ഈ ദൈവത്തിൻ്റെ സ്നേഹം ഇനി മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു. ഇത് വലിയ വിശ്വാസിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ, ചില കഠിന ഹൃദയരെ ഒരുക്കിയെടുക്കുവാൻ ഒത്തിരി പദ്ധതികൾ ദൈവം കൊണ്ടുവരും. അത് മനസ്സിലാക്കി കഠിന ഹൃദയം മാറ്റണം. ഇല്ലെങ്കിൽ വല്ലാതെ സങ്കടപ്പെടേണ്ടി വരും കേട്ടോ. വേറൊരു ഹൃദയം ശൗലിനുണ്ടായിരുന്നു. കാരിച്ചാപ്പള്ളിയിലെ പ്രിയപ്പെട്ടവരോട്, നിങ്ങൾക്ക് ദൈവാത്മാവിൻ്റെ കൃപയുള്ള വേറൊരു ഹൃദയം ഉണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന് ഇടം കൊടുക്കുമോ? ദൈവ ശബ്ദം കേൾക്കുവാൻ ഇടം കൊടുക്കുമോ? നമ്മുടേതായ ഇഷ്ടങ്ങൾക്ക് അപ്പുറത്തേക്ക് എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്ന ബോധ്യം മനസ്സിൽ കൊണ്ടുവരുമോ? കൊണ്ടുവരണമെന്ന് വചനം രണ്ടാമതായി എന്നോട് നിങ്ങളോട് സംസാരിക്കാൻ. 1 ശമൂവേൽ 10 16 വാക്യം. 1 ശമൂവേൽ 10 16 വാക്യം. ഇത്രയേ ഉള്ളൂ സംഭവം. ഇത്രയാണ്. ഇദ്ദേഹം രാജാവാക്ക് അഭിഷേകം പ്രാപിച്ച് വേറൊരു ഹൃദയമായിട്ട് നടന്നു വരികയാണ്. വരുമ്പോ ഇളയപ്പൻ വഴി റോഡിൽ നിൽക്കുകയാണ്. എന്നിട്ട് ഇളയപ്പൻ ചോദിക്കുക, എടാ നിങ്ങളിത് താമസിച്ച് എന്താ? തുടക്കത്തിലേ പറഞ്ഞു കഴുതകളെ അന്വേഷിച്ച് പോയതാണേ. ആ പറഞ്ഞു കഴുതകളെ കാണാതെ പോയി, ഞങ്ങളൊരു പ്രവാചകന്റെ അടുക്കൽ പോയായിരുന്നു. ഉടനെ ഇളയപ്പൻ പറയണേ, എടാ പ്രവാചകൻ പറഞ്ഞ കാര്യമല്ല എന്നോട് പറ, ഒന്നും മറച്ചു വെക്കരുത്. പ്രിയപ്പെട്ടവരെ, അപ്പോഴേ വാക്യം പറയുന്നു, കഴുതകളെ കണ്ടുകിട്ടി എന്ന് പ്രവാചകൻ പറഞ്ഞു, എന്നാൽ രാജാവായി അഭിഷേകം ചെയ്ത കാര്യം പ്രവാചകൻ പറഞ്ഞില്ല. ശൗൽ ഇളയപ്പനോട് പറഞ്ഞില്ല. മനസ്സിലായോ? രാജാവായി അഭിഷേകം ചെയ്ത കാര്യം ശൗൽ തന്റെ ഇളയപ്പനോട് പറഞ്ഞില്ല. ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. എന്താ പറഞ്ഞേ? കഴുതകളെ കണ്ടുകിട്ടി. രാജാവായി അഭിഷേകം ചെയ്ത കാര്യം പറഞ്ഞില്ല. എൻ്റെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് ശൗൽ ഇളയപ്പനോട് രാജാവായി അഭിഷേകം പ്രാപിച്ചു എന്ന കാര്യം പറയാതിരുന്നത്? കരിച്ചിലുകാർക്ക് എന്ത് തോന്നുന്നു? ഒന്ന് പറയാൻ ശ്രമിച്ചേ. ഇത്രയേ ഉള്ളൂ. എല്ലാ കാര്യവും എല്ലാവരോടും പറയരുത്. ചുരുക്കി പറഞ്ഞ മൂന്നാമത്തെ ചിന്ത ഇത്രയേ ഉള്ളൂ, പറയേണ്ട കാര്യം മാത്രമേ പറയാവൂ. അത് കൃത്യമായി നമ്മുടെ കർത്താവിന് അറിയാം. അതോടെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ പറയുമ്പോഴെപ്പോഴും ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. വാക്കുകളുടെ പെരുപ്പത്താൽ അകൃത്യം ഉണ്ടാകും, പാപം ഉണ്ടാകും. ശ്രദ്ധിച്ചു നോക്കിയേ, ഇന്ന് സംസാരങ്ങൾ ഏറ്റവും കുറവുള്ള ഇടം നമ്മുടെ വീടുകളാണ്. നമ്മുടെ വീടിനകത്തുള്ളവരോട് സംസാരിക്കാൻ നമുക്ക് സമയമില്ല. ദൈവത്തോടും സംസാരിക്കാൻ നമുക്ക് സമയമില്ല. നമുക്ക് സമയമുള്ളത് മറ്റുള്ളവരോട് സംസാരിക്കാനാ. ഫോണിൽ നമ്മൾ സംസാരിക്കും, എന്നിട്ട് അവസരം പറയും, എന്നിട്ട് പറ എന്ന് പറയും. എന്നാൽ ഈ സംസാരിച്ചു വരുന്ന സമയത്താണ് വായിലെ നിയന്ത്രണം പലപ്പോഴും വിട്ടുപോകുമ്പോഴാണ്, നാക്കിന്റെ നിയന്ത്രണം വിട്ടുപോകുമ്പോഴാണ് പല അനർത്ഥങ്ങളും സംഭവിക്കുന്നത്. അറിയാം, കണ്ണൂർ ADM രാഷ്ട്രീയം പറയുമല്ലേ, അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിച്ചതിന്റെ പിന്നിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ ചില വാക്കുകളാണ് എന്ന് പത്രങ്ങളിൽ നമ്മൾ വായിക്കുകയുണ്ടായി. പോട്ടെ, ബോച്ചെ 2-3 ദിവസം കിടന്ന് ജയിലിൽ കൊതുകടി കൊണ്ടതിന് പിന്നിലും അനവസരത്തിൽ പറഞ്ഞ ചില വാക്കുകളാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്, നമ്മൾ ഓരോരുത്തരും നമ്മുടെ നാവിനെ നിയന്ത്രിക്കണം. എല്ലാവരോടും എല്ലാ കാര്യങ്ങളും പറയരുത്. പറയേണ്ട ഇടങ്ങളിൽ മാത്രമേ പറയാവൂ. കരുവാറ്റ പള്ളിക്കടുത്ത് ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്. ബദർ പോത്തുറാൻസ് എന്ന് ഞങ്ങൾ ഷോർട്ട് പറയുന്നൊരു
ഓൾഡ് ഏജ് ഹോമാണ് സിസ്റ്റേഴ്സാണ് നടത്തുന്നത്. പള്ളി നല്ലപോലെ ആ സ്ഥാപനത്തെ സപ്പോർട്ട് ചെയ്യും. അപ്പോഴേ പെട്ടെന്ന് ആ സിസ്റ്റർ വിളിക്കും, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആരെങ്കിലും മരിച്ചാലൊക്കെ ഓടി വിളിക്കും. അപ്പോൾ ഉടനെ ഞങ്ങൾ ചെല്ലും. ഒരു ദിവസം സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് പള്ളിയുടെ വാതിക്കൽ പ്രധാന ശുശ്രൂഷകനും ട്രസ്റ്റി ഞാനോട് കാര്യം പറഞ്ഞേക്കാണ്. നിൽക്കുമ്പോൾ പെട്ടെന്ന് സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ അത്യാവശ്യമായിട്ടൊന്ന് വരണം. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ചെന്നപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, സിസ്റ്റർ ആരെങ്കിലും മരിച്ചാന്നോ? അല്ല, അച്ഛൻ വന്നണ്ടേ. ഞങ്ങൾ ചെല്ലുമ്പോഴേ ഏറ്റവും അറിയാവുന്ന പള്ളിയോട് ഏറ്റവും അടുപ്പമുള്ള ഒരു ടീച്ചറും അവിടെ ഓൾഡ് ഏജ് ഹോമിലെ കസേരയിൽ ഇരുന്ന് വല്ലാതെ കരയാണ്. ടീച്ചറ് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറയാം, അച്ഛാ എന്നെ കളഞ്ഞിട്ട് പോകരുത്, എന്നെ കളഞ്ഞിട്ട് പോകരുത്. ഞാൻ അതിശയിച്ചു പോയി. കാരണം രാത്രി നമസ്കാരത്തിന് 6 മണി സമയമുണ്ടെങ്കിൽ ഈ ടീച്ചറും മരുമകളും 2 കുഞ്ഞുങ്ങളുടെ പള്ളിക്കകത്ത് കാണും. പിന്നെ ശുശ്രൂഷകർ പോലും പള്ളിയിൽ എത്തുകയുള്ളൂ. അത്രമാത്രം പള്ളിയോട് അടുപ്പമുള്ള ഒരു കുടുംബം. ഈ ടീച്ചർ എങ്ങനെ ഇവിടെ വന്നു? അവിടെ അത്രയുള്ള സംഗതിയതേ ഉള്ളൂ. ടീച്ചറിന് 2 മക്കളാണ് കേട്ടോ. ഒന്ന് മകനും ഒരു മകളും. മകനും കുടുംബവും കുവൈറ്റിൽ. നിങ്ങളുടെ ആരുടെങ്കിലും ബന്ധുവാണെങ്കിൽ കോപിക്കരുത്, ഞാൻ ടീച്ചറോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോകുന്നിടത്തെല്ലാം പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ കുവൈറ്റിലുള്ള മകൻ ഭയങ്കര സ്നേഹമാണ് അമ്മയോട്. അപ്പൊ ഈ ടീച്ചർ വീട്ടിനകത്തൊന്ന് വീണപ്പോൾ ഹിപ്പിന് പ്രശ്നമായി. അപ്പം മരുമകളോട് പറഞ്ഞു, അതായത് ഈ ഇദ്ദേഹം മകൻ തന്റെ ഭാര്യയോട് പറഞ്ഞു, എടീ നമുക്ക് ആവശ്യത്തിന് ധനമുണ്ട്, നീ നാട്ടിൽ പൊക്കോ, അമ്മയെ ശുശ്രൂഷിക്കണം. ഈ വന്ന കാലം ആരെങ്കിലും കേൾക്കുമോ? ആ കൊച്ചു അതുപോലെ ഭർത്താവ് പറഞ്ഞ അതുപോലെ കേട്ടു, നാട്ടിൽ വന്നു, അമ്മയെ ശുശ്രൂഷിച്ചു. അമ്മ മിടുക്കിയായി. കുഞ്ഞുങ്ങൾ 2 പേരെയും അടൂർ ഓൾ സെയിൻസ് സ്കൂളിൽ ചേർത്തു. അങ്ങനെയാണ് അവർ പള്ളിയിൽ സ്ഥിരമായി വരുന്നതും വളരെ ആക്റ്റീവാണ്. പക്ഷേ ഈ മകളും മരുമകളും തമ്മിൽ ഒരല്പ സൗന്ദര്യപ്പിണക്കമുണ്ട്. ശാരദാ മുരളീധരൻ പഴയ ചീഫ് സെക്രട്ടറി പറഞ്ഞിരുന്നു, കറുപ്പിന് 7 അഴക്. നിങ്ങൾ വായിച്ചു കാണും. പക്ഷെ ഈ കറുപ്പും വെളുപ്പുമാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. മരുമകൾ അല്പം ഇരുണ്ട കളറാണ്, മകൾ അല്പം വെളുത്ത കളറാണ് കേട്ടോ. അപ്പൊ അവർ തമ്മിൽ ചേരുന്നില്ല, അതാണ് അതിന്റെ പ്രശ്നം. അപ്പൊ ഈ ടീച്ചറിന്റെ കയ്യിൽ സാധാരണ ഒരു ഫോണാണ് ഉപയോഗിച്ചിരുന്നത്. ഒരു പ്രാവശ്യം അവധിക്ക് വന്നപ്പോ മകള് പറഞ്ഞു, എനിക്ക് മമ്മിയെ കണ്ടു വിളിക്കണമെന്ന് പറഞ്ഞു. ഒരു സ്മാർട്ട് ഫോൺ കൊടുത്തിട്ട് അങ്ങ് പോയി. ഈ സ്മാർട്ട് ഫോൺ വന്നത് മുതലാണ് ഈ വീട്ടിൽ പ്രശ്നം തുടങ്ങുന്നത്. ഈ ഫോൺ വരുമ്പോൾ ടീച്ചർ ഇപ്പം എല്ലാം മുറിയിലോട്ടാ കയറും. ഇവിടുന്ന് പോകുന്ന ആളായിട്ടല്ല തിരികെ വരുന്നത്. ആ വീട്ടിലെ സ്വസ്ഥത കുറയാൻ തുടങ്ങി. അപ്പൊ ഈ മരുമകൾ മക്കളോട് പറഞ്ഞു, 2 ആൺപിള്ളേരാണ്, കൊച്ചു പിള്ളേരെ, എടാ അമ്മച്ചി ഈ ഫോൺ വരുമ്പോഴാണല്ലോടാ പ്രശ്നം പറഞ്ഞു. അപ്പോൾ ഉടനെ ഇവന്മാർ പറഞ്ഞു, മമ്മി പേടിക്കണം, പണിയുണ്ട്. ഈ ടീച്ചർ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവന്മാർ പോയിട്ട് അതിനകത്ത് കോൾ റെക്കോർഡ് ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ചു. ഈ ഫോൺ വിളി കഴിഞ്ഞിട്ട് ടീച്ചർ രാത്രി ഉറങ്ങുമ്പോൾ ഇവന്മാർ നേരെ ചെന്ന് ആ ഫോൺ തപ്പി അതിൽ ആ വിളിച്ച സാധനം നേരെ അമ്മയുടെ ഫോണിലോട്ട് അയച്ചു കൊടുക്കും. അമ്മ ഇത് കേട്ടിട്ട് ഭർത്താവിന് അയച്ചു കൊടുക്കും. ഈ സംസാരത്തിൽ സംസാരിച്ച് വരുമ്പോൾ മകളും അമ്മയും കൂടെ ഈ മരുമകളെ പറ്റിയും കൊച്ചുമക്കളെ പറ്റിയും വളരെ മോശം വെച്ചാല് ആ മക്കളുടെ പിതൃത്വം പോലും ചോദ്യം ചെയ്യുന്ന രീതി സംസാരിച്ചു. കൊച്ചുമക്കളുടെ ഇത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല. മമ്മി ഇങ്ങനെ പറയരുത്. അപ്പോൾ മമ്മി പറഞ്ഞു, ഞാൻ പറയുന്നത് എൻ്റെ മകൾ ഞാൻ എന്ത് സംസാരിച്ചു, നിനക്ക് എന്ത് വേണം? സംഗതി വശക്കേടായി. അങ്ങനെ ഇരിക്കുമ്പോൾ മകൾ പെട്ടെന്ന് അവധിക്ക് 1 മാസത്തേക്ക് നാട്ടിൽ വന്നപ്പോൾ ഈ മരുമകളും മകളും തമ്മിൽ സംസാരമായി. ഞാൻ പറഞ്ഞു, ചേച്ചി ഇനി എനിക്ക് നോക്കാൻ വയ്യ, ഒരു കാര്യം ചെയ്തു, ചേച്ചി അങ്ങ് നോക്കിക്കോ. എന്നിട്ട് അവൾ തിരിച്ച് ഭർത്താവിൻ്റെ അടുക്കൽ അങ്ങ് പോയി. 1 മാസം മകള് കറക്കത്തിനൊക്കെ പോയി ഈ ടീച്ചറിനെ കൊണ്ടു നടന്നു. വീണ്ടും ഈ ടീച്ചർ വീണു, വീണ്ടും ഹിപ്പിന് പ്രശ്നമായി. പോകാൻ നേരത്ത് ഓൾഡ് ഏജ് ഹോമിലാക്കിയിട്ട് പോയി. അപ്പൊ ഈ ടീച്ചറിന്റെ ആവശ്യം, ഞാൻ ഈ മരുമകളെ വിളിച്ച് പറയണം, സമസ്ത അപരാധങ്ങൾക്ക് മാപ്പ് പറയണം. മാപ്പ് പറയാൻ റെഡിയാണ്. അപ്പൊ ഞാൻ ആ കൊച്ചിനെ വിളിച്ചു, ചോദിച്ചേ നീ അങ്ങ് ക്ഷമിക്ക്, എൻ്റെ പൊന്നച്ചാ പൊന്നുകൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കി തരാന്ന് പറഞ്ഞാലും എനിക്കിനി മമ്മി നോക്കാൻ വയ്യ. എൻ്റെ ചോദ്യം നിങ്ങളോട്, ഇതിൽ ആരുടെ നാക്കായി പ്രശ്നം ഉണ്ടാക്കി? അതുകൊണ്ട് കരിച്ചാലുള്ള അമ്മമാരോട് എനിക്കൊരു അപേക്ഷയുണ്ട് കേട്ടോ. ഈ വന്ന കാലം മരുമക്കൾ നോക്കുക എന്നുള്ള മഹാഭാഗ്യാണ്. ഉള്ള കഞ്ഞിയിൽ പാറ്റയിടരുത്. അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കണം. മരുമക്കളോടും മക്കളോടും പറഞ്ഞു, നിങ്ങളും പ്രായമാകും,
അവർ ചില കാര്യങ്ങൾ സംസാരിക്കും നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ അത് നമ്മളും പ്രായമാകും. ഇവരൊരാളില്ലാതെ വരുമ്പോഴാണ് നമ്മൾ അവരുടെ വില അറിയുന്നത്. ഇവരൊരാളുടെ അഭാവത്തിലാണ് അവരെത്ര വലുതായിരുന്നു നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സംസാരം കുടുംബങ്ങളുടെ സ്വസ്ഥത കളയാതിരിപ്പാൻ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിന് കോട്ടം തട്ടാതിരിപ്പാൻ നാവ് നിയന്ത്രിതമാകണം. ഇനി പുരുഷന്മാരോടും സഹോദരന്മാരോടും സഭാപ്രസംഗയുടെ പുസ്തകം 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ കൃത്യമായി വായിക്കണം. നീ ദേവാലയത്തിലേക്ക് തത്രപ്പെട്ട് കാലെടുത്ത് വെക്കരുത്. എന്നിട്ട് നിന്റെ വായിൽ നിന്ന് അനാവശ്യമായ ഒരു വാക്കുപോലും അവിടെ വീടരുത്. അവസാനം എൻ്റെ വായിൽ നിന്ന് വീണുപോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പറയുന്ന വാക്കിന് ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരും. അത് പള്ളിയിലാണേലും പട്ടണത്തിലാണേലും ഭവനത്തിലാണേലും നമ്മൾ ഇടപെടുന്ന മേഖലയിലാണെങ്കിലും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുന്നതായിരിക്കട്ടെ, ഉവ്വ ഉവ്വ എന്നായിരിക്കട്ടെ, ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. ചിലരൊന്നും സംസാരിക്കണ്ട, ചിലർ ആക്ഷൻ കാണിച്ചാൽ മതി, നമ്മളെ തകർത്ത് കളയത്തില്ലേ. ചില ആക്ഷനുകൾ ശ്രദ്ധിച്ചിട്ടില്ലേ? പ്രത്യേകിച്ച് ഞങ്ങൾ പുരുഷന്മാർ അത്ര വലിയ ആക്ഷനൊന്നും ഇല്ല. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. ഓരോരുത്തരൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ ആക്ഷൻ കാണിക്കും. എൻ്റെ പൊന്നെ, ആരുടെയും ഹൃദയം വേദനിപ്പിക്കല്ലേ, ആരുടെയും ഹൃദയം വേദനിപ്പിക്കല്ലേ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾ ഈ 4 വിരൽ നീളമൊന്നും ചാഞ്ഞു പോകുന്ന ഇടലെന്നും വയലിലെ പോകും നമ്മുടെ ആയുസിനെ പറ്റി പറയും. നമ്മൾ രാത്രി കിടന്നുറങ്ങും, നേരം പുലർന്നാൽ എഴുന്നേറ്റാൽ നാം എഴുന്നേറ്റു, എഴുന്നേറ്റാൽ നാം എഴുന്നേറ്റു. ഈ ചെറിയ ജീവിതത്തിൽ ഒരാളെ സങ്കടപ്പെടുത്തിയിട്ട് നമുക്ക് എന്ത് നേടാനാണ്? ഒരാളെ സങ്കടപ്പെടുത്തി നമുക്ക് എന്ത് നേടാനാണ്? പരസ്പരം മനസ്സിലാക്കണം, പരസ്പര സ്നേഹത്തോടെ സംസാരിക്കണം, സ്നേഹത്തോടെ ഇടപെടണം. നമ്മൾ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ്. ചിലരാണെങ്കിൽ നമ്മുടെ വാഹനം തൊട്ടുപുറേ വല്ലാതെ ശബ്ദത്തിൽ ഹോൺ അടിക്കും. ഇച്ചിരി സൈഡ് കൊടുക്കാൻ നമ്മൾ താമസിച്ചു പോകാൻ നമ്മളെ അമ്പൊഴുക്കം പറയും. നിങ്ങളൊന്നും മിണ്ടാതിരുന്നാൽ മതി. അന്നേരം പിന്നെ അങ്ങ് ഓർത്താൽ മതി ഇവർ നമ്മുടെ സിനിമാ നടന്റെ കക്ഷികളാണെന്ന്. ഷൈൻ ടോം ചാക്കോയുടെ കക്ഷികളാണെന്ന് ഓർത്താൽ മതി. മിണ്ടാതെ അങ്ങ് പോകാന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അവരോട് നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. അതുകൊണ്ട് നമ്മുടെ നാക്കിനെ നാം നിയന്ത്രിക്കണം. അതിനെ ഓർപ്പിക്കുന്നു സദൃശവാക്യങ്ങൾ 17-ാം അധ്യായം 27-ാമത്തെ വാക്യം. വാക്കടക്കിയിരിക്കുന്നവൻ പരിജ്ഞാനം ഉള്ളവൻ. വാക്കടക്കി വെക്കുന്നവൻ പരിജ്ഞാനം ഉള്ളവൻ. പിന്നെ യാക്കോബ് ശ്ലീഹ 3-ാം അധ്യായം യാക്കോബ് ശ്ലീഹ ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നു, ഒരുവൻ തൻ്റെ വാക്കിനെ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവൻ കടിഞ്ഞാണിട്ട് കാക്കും. നമ്മുടെ വാക്കിൽ നാം തെറ്റാതെ ഇരിക്കട്ടെ. നമ്മുടെ വാക്ക് രുചി വരുത്തുന്നതായി മാറട്ടെ. 3-ാമത്തെ ചിന്ത അവിടെ അവസാനിപ്പിക്കുകയാണ്. പറയേണ്ട കാര്യം മാത്രമേ പറയാവൂ. 4 1 ശമൂവേൽ 10-ാം അധ്യായം 27-ാമത്തെ വാക്യം. 1 ശമൂവേൽ 10-ാം അധ്യായം 27-ാമത്തെ വാക്യം. യുദ്ധം കഴിഞ്ഞ് ശൗലും കൂട്ടരോട് വരികയാണ്. വരുമ്പോ കുറെ ആളുകൾ മാനിക്കുന്നു, കുറെ പേര് അപമാനിക്കുന്നു. അപ്പൊ ഈ അപമാനിച്ചവരോട്, പകച്ചവരോട് കൂടെ ഉള്ളവർ പറയുകയാണ്, ശൗൽ നമുക്ക് കാര്യം ചെയ്യാം, അവരെ കൊന്നുകളയാം. ഉടനെ ശൗൽ പറഞ്ഞു, പാടില്ല, അവരെ കൊന്നുകളയാൻ പാടില്ല, അങ്ങനെ ചെയ്യരുത്. നമുക്കെന്താ മനസ്സിലാക്കാനുള്ള ചോദിച്ചാലേ, ചിലർ നമ്മെ പകയ്ക്കും, ചിലർ പരിഗണിക്കും. പകയ്ക്കുന്നവരോട് പക വെച്ച് പുലർത്തരുത്. കേൾക്കുന്നോ? പകയ്ക്കുന്നവരോട് പക വെച്ച് പുലർത്തരുത്. പിന്നെ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പത്രോസ് ഓർപ്പിക്കുന്നു, നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി പരസ്പരം അനുഗ്രഹിക്കുന്നവർ ആകുവീൻ. സൺഡേ സ്കൂൾ ഞങ്ങളുടെ പള്ളിയിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ആരോട് സംസാരിച്ച് അവസാനിപ്പിച്ചാലും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയണം. അപ്പൊ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കണം കേട്ടോ. നിങ്ങൾ ഓക്കെ ഫോൺ വിളിച്ച് അവസാനിപ്പിക്കുമ്പോഴും ഓക്കെ ബൈ ഗുഡ് നൈറ്റ് പറഞ്ഞതിനൊപ്പം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയണം കേട്ടോ. മക്കളുമാരെ, ഒന്ന് ചേട്ടന്മാരെ നോക്കിയേ, ഇന്നു മുതലേ സംസാരിച്ച് അവസാനിപ്പിക്കുമ്പോൾ പറയണം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന്. അങ്ങനെ അറിയാമോ? അങ്ങനെയാകുമ്പോൾ നമ്മൾ
അനുഗ്രഹിക്കപ്പെടും കേട്ടോ. ഒരാൾ നമ്മളോട് പ്രതികരിക്കുന്നത് പോലെ നമ്മൾ അവരോട് പ്രതികരിച്ചാൽ പിന്നെ നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ സെമിനാരിയില് അച്ഛൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഒരു കാലഘട്ടത്തിൽ പഠിച്ചവരാണ്. ഈ അച്ഛനൊക്കെ മിടുക്കരായിരുന്നു, ഞാൻ മണ്ടനായിരുന്നു കേട്ടോ. സെമിനാരിയില് 3ാമത്തെ പ്രാവശ്യമാണ് സെമിനാരി അഡ്മിഷൻ കിട്ടിയത്. അപ്പൊ ഈ 2ാമത്തെ പ്രാവശ്യം കിട്ടുമെന്ന് ഏകദേശമൊക്കെ ഉറപ്പായിരുന്നു. ടെസ്റ്റ് ഇന്റർവ്യൂ എല്ലാം പാസ്. പറയാലോ. അപ്പോഴേ ഈ സങ്കടം എവിടെ പോയി പറയും? അപ്പൊ എൻ്റെ പള്ളി ഒരു അല്പം ഉയർന്ന സ്ഥലമാണ്, കിഴക്കോറം കൗമാസഹത പള്ളി. ആ പള്ളിയുടെ പൂമുഖത്ത് ഞാൻ ആ തൂണിൽ ചാരി ഇരുന്ന് ദൈവത്തോട് ചുമ്മാ പറയുക, കാരണം ഇത് ആരോടെങ്കിലും പറഞ്ഞ് ഭാരം തീർക്കണ്ടേ. നല്ല ഉച്ച സമയമാണ് കേട്ടോ. അപ്പൊ എൻ്റെ വിചാരം അവിടെ ഒരു മനുഷ്യനും എന്നെ കാണത്തില്ലെന്നാണ്. അവിടെ ആരുമില്ല, കാരണം നല്ല ഒറ്റപ്പെട്ട സ്ഥലത്താണ് പള്ളി, നല്ല ഉച്ച സമയമാണ്. ഞാൻ അവിടെ ഇരുന്ന് ചാരി ഇരുന്നിട്ട് ദൈവത്തോട് സംഗതികളെല്ലാം പറഞ്ഞു. പറയാൻ ഒത്തിരി കാരണങ്ങളുണ്ട് കേട്ടോ. എന്നുവെച്ചറിയാമോ, PSC എഴുതി റാങ്ക് ലിസ്റ്റ് വന്ന ആളാണ്. ആ പണിയും കളഞ്ഞിട്ടാണ് അച്ഛനാവാൻ വേണ്ടി ഇറങ്ങിയത്. അപ്പോൾ വീട്ടുകാരോട് ഇനി എന്തോ പറയും, 10-27 വയസ്സുമായി. ദൈവത്തോട് ഇങ്ങനെ പരാതിയും പരിഭവം എല്ലാം കൂടെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ട് കരഞ്ഞു വിളിച്ച് വീട്ടിൽ പോകാമെന്ന് കരുതി കണ്ണു തുറന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഉണ്ട് ഒരാളെൻ്റെ പുറകെ നിൽപ്പുണ്ട്. അദ്ദേഹം പശുവിനെ കഴിക്കാൻ കണ്ട് വന്നതാണ്. അന്ന് ആ മനുഷ്യൻ പശുവിനെ കഴിച്ച് പോയാൽ പോലെയോ. ഞാൻ പറഞ്ഞ കാര്യം മുഴുവൻ ഈ മനുഷ്യൻ കേട്ടിട്ട് ഇദ്ദേഹം എന്നോട് പറയും, ആ കരയുന്നത് നല്ലതാണ്, കണ്ണിലെ അഴുക്ക് കുറച്ചങ്ങ് പോട്ടെ. വല്ല ആവശ്യമുണ്ടോ? ഞാനപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ദേഷ്യം വരാതിരുന്നില്ല. എന്നിട്ടേ ഈ മനുഷ്യൻ പറയുക, അപ്പം ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഇങ്ങനെ ഒരു ഗവൺമെൻറ് ജോലി കിട്ടിയതാണ്, അതെല്ലാം കളഞ്ഞിട്ട് ഞാൻ നിന്നോട് ചോദിച്ചിട്ടാണ് ഇറക്കിയത്, ഇതെന്തൊരു പരിപാടിയാ? എടാ നീ അല്ലാതെ ഏതെങ്കിലും മണ്ടന്മാരെ ജോലി കളഞ്ഞിട്ട് ഈ പണിക്ക് പോവോടാ? ഇദ്ദേഹം എന്നെ ഒന്നെങ്കിലും കൊല്ലും കേട്ടോ. എൻ്റെ സകല സ്വസ്ഥതയും പോയി. ഞാൻ അവിടുന്ന് ഈ തുണിസഞ്ചിയും തോളലിട്ട് അവിടുന്ന് കരഞ്ഞ് ഇനി വീട്ടിൽ വന്നു. അടുത്ത വർഷം സെമിനാരി അഡ്മിഷൻ കിട്ടി. അച്ഛനായി കഴിഞ്ഞപ്പോൾ ആളുകളുടെ എല്ലാം മുമ്പിൽ വെച്ചിട്ട് ഇദ്ദേഹം വന്നിട്ട് എൻ്റെ കൈക്ക് പിടിച്ചു. എന്നിട്ട് എൻ്റെ കയ്യിൽ ഒരു 500 രൂപ തന്നു. എന്നിട്ട് എല്ലാവരും കേക്ക് പറയാണ്, യോ ഈ മകൻ ഇവരുണ്ടല്ലോ, ഇവർ അച്ഛനാവാൻ വേണ്ടി ഞാൻ എന്തുമാത്രം പ്രാർത്ഥിച്ചെന്നറിയാമോ? തന്നെയല്ലേ ഇവന് ചെറുപ്പകാലം മുതൽ ഇവന് വേണ്ട എല്ലാ സപ്പോർട്ടും ഞാൻ അങ്ങ് ചെയ്യുമായിരുന്നു. ഇപ്പം എൻ്റെ അപ്പൻ്റെ പേര് ബേബി എന്നാണേ. ബേബിക്കുണ്ടായ സന്തോഷത്തെക്കാൾ അപ്പുറമായ സന്തോഷമാണ് എൻ്റെ സന്തോഷം. കഥ പോയ പോക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ. ഞാനൊരു പക്ഷേ അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ ഈ മനുഷ്യനോട്, വലിയപ്പ അയാൾക്ക് വേറെ പണിയൊന്നുമില്ലയോ, ഇയാൾ എന്തിനാടോ എൻ്റെ സ്വസ്ഥത കളയാൻ വന്നത്, എനിക്ക് പ്രാർത്ഥിക്കാൻ സമ്മതിക്കത്തില്ലോ എന്ന് പറഞ്ഞ് 2 ചാട്ടമൊക്കെ ചാടി ഇയാളെയൊക്കെ വല്ലതും അത് അന്നത്തെ ദേഷ്യത്തിനെങ്ങനെ പിടിച്ചും തെള്ളുകളെ ആൾ പോയാലും ചെയ്തേനെ. വല്ലവും ചെയ്തായിരുന്നെങ്കിൽ ഈ മനുഷ്യനെ എനിക്ക് നേടാൻ പറ്റുമായിരുന്നോ? ഇല്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളെ മാനിക്കാത്തവർ കാണും, നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങളെ പരിഗണിക്കാത്തവർ കാണും, നിങ്ങളുടെ ഇടവകയിൽ നിങ്ങളെ മാനിക്കാത്തവർ കാണും. അവരോടാരോടും നിങ്ങൾ പക മനസ്സിൽ വെച്ച് പെരുമാറരുത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരെ കാണുമ്പോൾ ഒന്ന് ചിരിക്കണമെന്നേ. അവർ പറയും പൊട്ടനാ വട്ടനാന്ന് പറയും, പറഞ്ഞോട്ട് നമുക്കെന്തോ കുന്തോ ഇതൊന്നുമില്ലെന്നേ. കാരണം നമ്മൾ എന്തിനാണ് ഈർഷവിച്ചുകൊണ്ട് ജീവിക്കുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ ഈ ചെറിയ ആയുസ്സിൽ നമ്മൾ എന്തിനാ ഭാരപ്പെട്ട് അവസാനിപ്പിക്കുന്നത്? അതുകൊണ്ട് ചിലർ പകയ്ക്കും, ചിലർ പരിഗണിക്കും. പകയ്ക്കുന്നവരോട് പക മനസ്സിൽ വെച്ച് പുലർത്തരുത്. നെഹമ്യാ പ്രവചന പുസ്തകം 2-ാം അധ്യായം 19 വാക്ക് നിങ്ങൾക്കറിയാം. തകർന്നു കിടക്കുന്ന യെരുശലേമിന്റെ മതിലുകളെ പണിയാൻ പോവുകയാണ് നെഹമ്യാവും കൂടെയുള്ളവരും. എന്നാൽ അപ്പുറത്തുനിന്ന് പറയുകയാണ്, എടാ ഇവന്മാരവിടെ എന്തോ ചെയ്യാമെന്ന് നമുക്ക് കാണാം.
തകർന്നു കിടക്കുന്ന ചണ്ടിക്കൂമ്പാരങ്ങളിൽ ഇവന്മാർ എന്തോ പണിവ് നമുക്ക് കാണാം. എന്നിട്ട് പറയണേ, ഒരു കുറുക്കൻ ചാടിയാൽ ഇവർ പണി തകർന്നു വീട് നമുക്ക് കാണാം. നെഹമ്യാവും കൂട്ടരും അവരോടൊരു അക്ഷരം പോലും മറുത്തു പറയുന്നില്ല. അവരവരുടെ ജോലി ചെയ്തു. നിങ്ങൾ ആ അധ്യായം വായിക്കും, മനസ്സിലാകും. കൃത്യസമയത്ത് ദൈവം കൽപ്പിച്ചതുപോലെ അവരുടെ ദൗത്യം കൃത്യമായി ചെയ്തു. പരിഹസിച്ചവരവിടെ വായുമ്പോഴൊന്നും ഇരുന്നതേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ആരും കൂടെയില്ലെങ്കിലും പകച്ചാലും ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ പിറവിയിലെ കുരുടനെ എല്ലാവരും പുറത്താക്കുമ്പോഴും ചേർത്ത് നിർത്തുന്ന ഒരു ദൈവം ഉണ്ട്. നിങ്ങളെ ആരും പരിഗണിച്ചില്ലേലും ഇടത് കൈകൊണ്ട് മാറോട് ചേർത്ത് പിടിച്ച് വലത് കൈകൊണ്ട് നിങ്ങളുടെ തലയിൽ തലോടുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹമുണ്ട്. ആ സ്നേഹത്തിന് നിങ്ങളെപ്പറ്റിയൊരു പദ്ധതിയുണ്ട്. വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. 4 ചിന്തകളാണ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നത്. ആധാരവാക്യം 1 ശമൂവേൽ 9-ാം അധ്യായം 27-ാമത്തെ വാക്യം. നീ അല്പം നിൽക്ക, എനിക്ക് നിന്നോട് ദൈവത്തിൻ്റെ അരുളപ്പാട് ചിലത് അറിയിക്കാനുണ്ട്. എന്താണ് ശമൂവേൽ പ്രവാചകൻ ശൗലിന്റെ ചെവിയിൽ മന്ത്രിച്ചത്? 1, കുഞ്ഞേ, നിന്റെ പദ്ധതി നിന്റെ വിചാരമല്ല, ദൈവത്തിൻ്റെ പദ്ധതി. നീ വന്നത് കഴുതകളെ അന്വേഷിച്ചാണ്. എന്നാൽ യഹോവയായ ദൈവത്തിന് നിന്നെ പറ്റിയുള്ള പദ്ധതി എന്തായിരുന്നു? ഇസ്രായേലിലെ രാജാവാക്കുക എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്, നമ്മൾ പല പദ്ധതികൾ നമ്മുടെ മനസ്സിൽ പാളിയതുണ്ട്. പല കാര്യങ്ങൾ നമ്മൾ സങ്കടപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കാത്ത തരത്തിൽ ഭയങ്കര ജീവിതത്തിലുണ്ടാകുന്ന സങ്കടങ്ങൾ, വേദനകൾ, ബുദ്ധിമുട്ടുകൾ, വേർപാടുകൾ, ആരോടും പറയാൻ പറ്റാത്ത സംഘർഷങ്ങൾ. അതിനപ്പുറത്ത് എൻ്റെ ദൈവത്തിനൊരു പദ്ധതി നിങ്ങളെ പറ്റിയുണ്ട്. റോമർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നത്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. കുറെ കാലം കഴിയുമ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്കും, മനസ്സിലാകും, അയ്യോ, എൻ്റെ ദൈവം എന്നെ ഇത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന്. 2, വേറൊരു ഹൃദയം ശൗലേ നിനക്കുണ്ടെന്ന് ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. നമ്മളോടും പറയുകയാണ്, ഈ രാത്രിയിൽ വേറൊരു ഹൃദയമുണ്ടെന്നൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. സാധാരണ മനുഷ്യർ ചിന്തിക്കുന്നത് പോലെയല്ല, അലിവുള്ളൊരു ഹൃദയവുമായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. 3, പറയേണ്ട കാര്യങ്ങൾ മാത്രമേ പറയാവൂ. എല്ലാവരോടും എല്ലാ കാര്യവും പറയരുത്. നമ്മുടെ നാക്കിനെ ഒന്ന് അടക്കി വെക്കണം. പള്ളിയിലാണേലും ഭവനത്തിലാണേലും ഏത് ഇടങ്ങളിൽ ആണേലും. 4, ജീവിതത്തിൻ്റെ യാത്രയിൽ ചിലർ പകയ്ക്കും, ചിലർ പരിഗണിക്കും. പകയ്ക്കുന്നവരോട് പക വെച്ചു പുലർത്തരുത്. പിന്നെ എന്ത് ചെയ്യണം? അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും, ബാക്കി പറ, ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നു മുതൽ നിങ്ങളൊന്ന് പറയുമോ? എല്ലാവരെയും കാണുമ്പം ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം, തലകളെ വണക്കാം. എല്ലാം നന്മയ്ക്കായി ദൈവമേ നിൻ പദ്ധതികൾ എല്ലാം എന്നോട് നന്മയ്ക്കായി മാത്രം. എല്ലാം നന്മയ്ക്കായി ദൈവമേ നിൻ പദ്ധതികൾ എല്ലാം എന്നോട് നന്മയ്ക്കായി മാത്രം. നാശമോ ദോഷമോ നിൻ ചിന്തയിലില്ല, എല്ലാം എന്നോട് നന്മയ്ക്കായി മാത്രം. നാശമോ ദോഷമോ നിൻ ചിന്തയിലില്ല, എല്ലാം എന്നോട് നന്മയ്ക്കായി മാത്രം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ച കൃപകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. താവേ, ശമൂവേൽ പ്രവാചകൻ ശൗലിനോട് പറഞ്ഞതുപോലെ നിന്റെ കൃപയിൽ ബലപ്പെട്ട് ജീവിപ്പാൻ എന്നോട് കരുണയുണ്ടാകണമേ. ഞങ്ങൾ ഓരോരുത്തരോടും മനസ്സറിയണമേ. നിന്റെ പദ്ധതി മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങൾക്ക് വേറൊരു ഹൃദയമുള്ളവരായി ജീവിപ്പാൻ കൃപ നൽകണമേ. ഞങ്ങളുടെ നാവിനെ നിയന്ത്രിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളെ പകയ്ക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. തലവണക്കിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പെരുന്നാൾ അനുഗ്രഹകരമായി നിറപടിയായി പൂർത്തീകരിപ്പാൻ കർത്താവിൻ്റെ കൃപ വ്യാപരിക്കണമേ. ഞങ്ങളുടെ അച്ഛനെയും ഇടവകയിലെ എല്ലാ ചുമതലക്കാരെയും ഇടവക ജനങ്ങളെയും
ഗായക സംഘത്തെയും ചെറുതും വലുതുമായി സഹായിക്കുന്നവരെല്ലാവരും അനുഗ്രഹിക്കണമേ. ഞങ്ങളത് വാങ്ങിപ്പോയവരുടെ കരുണയുണ്ടാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി സ്തോത്രം എന്നാളും കരയേറ്റുവാനായിട്ട് തന്നെ ആമേൻ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് കാണുവാനും ദൈവവചനം അല്പം ചിന്തിക്കുവാനും നമ്മുടെ കർത്താവ് നൽകിയ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അവസരം നൽകിയ പ്രിയപ്പെട്ട മനോജച്ചനോടും ശ്രദ്ധാപൂർവം കേട്ട എല്ലാവരോടും പ്രത്യേകമായി നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവന വിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു. രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. സ്വപ്നങ്ങൾ പൊലിഞ്ഞാലും ദുഃഖത്താൽ വലഞ്ഞാലും മിത്രങ്ങൾ അകന്നാലും ശത്രുക്കൾ നിറന്നാലും രക്ഷാകവചം നീ മാറാതിന്നാലും അങ്ങൻ മുന്നേ പോയാൽ ഭയമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. യോഗത്തിന് നന്ദി അർപ്പിക്കാനായി ഇടവക